മക്കളെ ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരും നിവർന്നിരിക്കുക. എവരി വൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് 7 മണിക്കൊക്കെ ക്ലാസ് വെച്ചു എന്നോർത്ത് നാളെ മുതൽ നോർമൽ ടൈം തന്നെയായിരിക്കും, 6:30 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നാളെയും 7 മണിക്കാണ് ഇന്ന് ക്ലാസ് ഓർത്ത് ആരും എന്ത് ചെയ്യരുത്, താമസിക്കരുത്. നാളെ മുതൽ 6:30 നോർമൽ ടൈം തന്നെയായിരിക്കും പാലിക്കുന്നത്. ഓക്കെ, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമാണ് ഉഷാറായിട്ട് ഒന്ന് കൈവീശ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം കെമിസ്ട്രിയുടെ എക്സാമാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലേ? സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കെമിസ്ട്രി. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചറിയാം, അത്യാവശ്യം കെമിസ്ട്രി എന്തായിരുന്നു അല്ലേ? വാർത്തകളൊക്കെ നിറഞ്ഞിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എക്സാംസ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു സാറേ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, നമ്മുടെ ഓർഗാനിക് ആണ് 5 ചാപ്റ്ററോളം വരുന്നത്. ഓക്കെ, 4 ചാപ്റ്റർ മെയിൻ ഓർഗാനിക് ആണ് വരുന്നത്. അതിൽ നമ്മുടെ വിന്നേഴ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും പോലെ എന്താണ്, നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. മുൻദിന പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ക്ലാസ് കേട്ടാലാണ് നമുക്ക് എന്ത് വരുള്ളൂ, തൃപ്തിയാകുള്ളൂ അല്ലേ? അതുകൊണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും മിക്കവരും എന്ത് ചെയ്തില്ലായിരുന്നു, ക്ലാസ്സിൽ കയറിയില്ല, മടിച്ച്. ഓക്കെ, എന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുക, സാറേ ഭയങ്കര ടഫായിരുന്നു, വേറെ രക്ഷയില്ല. ഓക്കെ, ക്ലാസ്സിൽ കയറിയവർക്ക് ഗുണം ചെയ്തു. ഓക്കെ, വിന്നേഴ്സിന്റെ ക്ലാസ്സിൽ കയറിയവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് കോള് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ, മക്കളെ നിങ്ങൾ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിന്ന് ഷാഡോ ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക പരമാവധി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ചില കുട്ടികൾ പറഞ്ഞാലും ചാലക്കുടി സെൻറ്ററിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും നാളെ മറ്റന്നാൾ ആയിട്ട് ചാലക്കുടി സെൻറ്ററിൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ ക്ലാസ്സസ്, അതായത് 3 ദിവസം കണ്ട് കെമിസ്ട്രി ഫുൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തുള്ളത്. ഓക്കെ, നിങ്ങളുടെ AI വരുന്നത് തന്നെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റും, നിങ്ങൾ വിന്നേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ AI ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. കഷ്ടപ്പെട്ട് ഇനി ചാലക്കുടി സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരും വെക്കുന്നുണ്ട്, കൊടുങ്ങല്ലൂരിലേക്കൊന്നും വരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം പറയുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഈ രാവിലെ മുതൽ അവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്താണ്. ചില സ്റ്റുഡൻസിൻ്റെ കേസാണ്, ചില സ്റ്റുഡൻസ് അത് വിളിച്ച് എൻക്വയറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും, എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യണം, AI എന്ന് പറയുന്ന ഇതിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, കയറണം കേട്ടോ. അത് എല്ലാ ക്ലാസ്സസിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യനെങ്കിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടില്ലേ? ഓക്കെ, വെറുതെ നമ്മൾ സമയം കളയുന്നതിനേക്കാൾ ഭേദമല്ലേ? അപ്പോൾ നിങ്ങൾ പരമാവധി ക്ലാസ്സസ് കയറി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക. ഓക്കെ, നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 3 ചാപ്റ്റേഴ്സ് നാളെ, പിന്നീടുള്ള 3 ചാപ്റ്റേഴ്സ് മറ്റന്നാളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ഈ 3 ചാപ്റ്ററുകളാണ്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താണ്, ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കുക. നിങ്ങളിത് നോട്ട് ചെയ്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ PDF ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത് വെച്ചാണെങ്കിലും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ കെമിക്കൽ ഇക്വിലിബ്രിയം ഫോർ NH3 + 5 O2 gives 4 NO + 6 H2O. Okay, write the expression for the equilibrium constant Kc for the above equilibrium. What happens to Kc if the balanced equation is multiplied throughout by a factor 2? ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം Kc എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, മനസ്സിലായില്ലേ? Kc എഴുതാൻ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ Kc എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നെ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് Kc എഴുതാൻ അല്ലേ? പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പ്രൊഡക്ട്സ് ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്? NOയും H2Oയും ആണ്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 4 അല്ലേ? അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് 4 റേസ് ടു 4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 6 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 റേസ് ടു 5. ഇതാണ് ഇതിന്റെ Kc എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ്
ടു കേസിക്ക് എന്ത് സംഭവിക്കും? ഇഫ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ത്രൂ ഔട്ട് ബൈ എ ഫാക്ടർ 2 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് സംഭവിക്കും മക്കൾ? അതിന്റെ ആൻസർ പറയാൻ ആര് വരും? അതിന്റെ ആൻസർ പറയാൻ ആർക്ക് പറ്റും? അതായത് ത്രൂ ഔട്ട്, അതായത് KC ബാലൻസ്ഡ് ഇക്വേഷൻ, അതായത് ഇതിന് നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ എന്താണ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ത് സംഭവിക്കും? ഓക്കെ, ആരാണ് സാറേ? കനിലൻ. കനിലൻ പറഞ്ഞോ. ഈ KCയുടെ സ്ക്വയർ ആകും. സ്ക്വയർ ആണ്. ഓക്കെ, ഈ KCയുടെ എന്ത് സംഭവിക്കും മക്കളെ? സ്ക്വയർ ആകും. ഓക്കെ, അതായത് ത്രൂ ഔട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? KC റൈസ് ടു 2, അതായത് KC സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എന്താകും? മാറും. ഓക്കെ, അതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻³ മോളാർ, കാൽക്കുലേറ്റ് ഇറ്റ്സ് pH. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഈ വർഷം ചോദിക്കുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി എന്താണ് ടഫായിട്ടായിരിക്കും. നമ്മളെപ്പോഴും എക്സാം ടഫായിട്ട് കരുതുക. ഓക്കെ, കാരണം മോഡൽ എക്സാം അത്യാവശ്യം ഈസിയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം 8 ദിവസത്തെ എന്താണ് ബ്രേക്ക് ഉണ്ട്. CS അവിടെ നിൽക്കട്ടെ, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അവിടെ നിൽക്കട്ടെ. 8 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് നിങ്ങൾ കെമിസ്ട്രി എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. മാർച്ച് 15-ാം തീയതി എക്സാം. മാർച്ച് 15-ാം തീയതി നടക്കുന്ന എക്സാം ആയതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. കാരണം ഞാൻ വരുന്ന മാർച്ച് 15-ാം തീയതി ആയിരുന്നു +1 എക്സാം. അടിപൊളി എക്സാം ആയിരുന്നു അന്ന്. വെടിക്കെട്ട് എക്സാം ആയിരുന്നു. പേപ്പറിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് എന്താണ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് ആക്കിക്കൊള്ളുക. നല്ലപോലെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു പോയിട്ട് നിങ്ങൾ എന്താ എക്സാം എഴുതുക കേട്ടോ. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ എന്ന് വെച്ചാൽ H+ അയോൺ, ആ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 3 × 10⁻³ അല്ലെ, മോളാർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ഇറ്റ്സ് pH എന്നും. ആൻഡ് aqueous solution of NaCl is neutral while that of CaCl2 is acidic. Why എന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസേഴ്സ് നമുക്ക് നോക്കാം. H+ ന്റെ കോൺസെൻട്രേഷൻ ആണ് 3 × 10⁻³. സോ pHന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. pHന്റെ ഇക്വേഷൻ നമുക്കറിയാം -log ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. സോ -log ഓഫ് H+ ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 3 × 10⁻³ സോ 3 × 10⁻³ ചെയ്തു ഈക്വൽ ടു ചെയ്യുമ്പോൾ 2.523 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇനി NaClന്റെ സോൾട്ട് എന്താണ്? സ്ട്രോങ് ആസിഡ്. അതായത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്ന അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl ഇസ് ന്യൂട്രൽ. NaClന്റെ അക്വസ് സൊല്യൂഷനിൽ എടുക്കുമ്പോൾ അതെന്താണ്? ന്യൂട്രൽ സ്വഭാവം. CuCl2 എടുക്കുമ്പോൾ എന്താണ്? അസിഡിക് സ്വഭാവം കാണിക്കുന്നു. എന്തുകൊണ്ട് എന്നാണ്? NaCl is a salt of strong acid HCl and strong base NaOH. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നുണ്ടായവരാണ് ആര്? NaCl എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം എന്താണ്? CuCl2 സ്ട്രോങ് ആസിഡിന്റെയും വീക്ക് ബേസും ആണ്. ഒരാൾ സ്ട്രോങ് ആസിഡും മറ്റൊരാൾ വീക്ക് ബേസും ആണ്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുടെ സ്വഭാവം കാണിക്കും എന്ത്? അവർ. അതുകൊണ്ടാണ് CuOH2. ഓക്കെ, HClഉം CuH2, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡും കൂടി ചേർന്നാണ് എന്തുണ്ടായത്? CuCl2 ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അസിഡിക് സ്വഭാവം. മറ്റേ സ്ഥലത്ത് എന്തായിരുന്നു? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും രണ്ടും സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്താണ്? ന്യൂട്രൽ ആയി. ഓക്കെ, ഇവിടെ എന്താണ്? സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. അതുകൊണ്ടാണ് ഇതെന്ത് കാണിച്ചത്? ആസിഡിക് സ്വഭാവം കാണിക്കാനുള്ള കാരണം. ഓക്കെ, എന്താണ് സാറേ? ഓക്കെ, നെക്സ്റ്റ് for the equilibrium 2NOCl is gives 2NO plus Cl2. The value of equilibrium constant Kp is 1.8 × 10⁻² at 500 Kelvin. Calculate Kc for this reaction at the same temperature എന്നാണ്. ഓക്കെ, നമ്മൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? NOCl എന്താണ്? ഡിസോസിയേറ്റ് ചെയ്ത് 2NOയും Cl2 ആയിട്ട് മാറി. ഓക്കെ, വാല്യൂ Kpയുടെ വാല്യൂ 1.8 × 10⁻² ആണെങ്കിൽ, അത് 500 കെൽവിനിലാണെങ്കിൽ Kcയുടെ വാല്യൂ ആ സെയിം ടെമ്പറേച്ചർ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഏതാണ് മക്കളെ? Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ ചെയ്തുള്ള ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Kpയും Kcയും തമ്മിൽ റിലേറ്റ് ചെയ്തുള്ളത്. ഹിയർ Kp 1.8 × 10⁻² ആണ്. ഓക്കെ, ആറിന്റെ വാല്യൂ നമുക്കറിയാം. Kp = Kc × RT⁻Δ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc നമുക്ക് അറിയാവുന്നതാണ്. സോ അത് ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂട്ട, പേടിക്കണ്ട. എന്താണ്? 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഓക്കെ, Δn ന്റെ വാല്യൂ
നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് NP മൈനസ് NR ആണ് അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഇൻ പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഇൻ റിയാക്ടൻസ് ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് എത്രയുണ്ട്? 2 + 1 ആണ് അല്ലെ, അപ്പൊ 3 ഉണ്ട്, 3 - 2 അല്ലെ. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് എത്രയാണ്? 2 + 1 അല്ലെ, Cl2 അവിടെ ഒരെണ്ണം ഉള്ളൂ, അതുകൊണ്ട് 2 + 1 അപ്പൊ 3 ആണ്. 3 - 2 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, നമുക്കിപ്പോ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കിട്ടി, എത്രയാണ്? 1 എന്ന് കിട്ടി. ടെമ്പറേച്ചർ 500 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.33 × 10⁻⁻⁴ എന്ന് കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് ഒന്ന് കൈ വീശിക്കേ. ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈ വീശിക്കേ മക്കളെ. സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് പബ്ലിക് വീഡിയോ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ടാകും? ഇതിന്റെ സ്ലൈഡ്, ഈ സ്ലൈഡിന്റെ PDF നിങ്ങൾക്ക് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും PDF എന്ത് ചെയ്തോളുക? ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കുക കേട്ടോ. ഓക്കെ, എന്റെ വീഡിയോ കിട്ടും നിങ്ങൾക്ക്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഇതിന്റെ PDF കിടപ്പുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The species that can form both conjugate acid and conjugate base among the following. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ഒരുപോലെ ഫോം ചെയ്യാൻ കഴിയുന്ന ആൾ ആരാണെന്ന് നോക്കുക. ഇതിലെ H2O ഉണ്ട്, BF3 ഉണ്ട്, HCl ഉണ്ട്, CO2 ഉണ്ട്. നമുക്കറിയാം ഏത് തന്നെയാണ്? H2O ആണ്. കാരണം എന്തുകൊണ്ടാണ്? H2O ഒരു ആംഫോറ്ററിക് നേച്ചർ കാണിക്കുന്നുണ്ട് അല്ലെ, അസിഡിക് സ്വഭാവം കാണിക്കുന്നുണ്ട്, ബേസിക് സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ H2O ആണ്. കോൺജുഗേറ്റ് ആസിഡുമായിട്ടും നിൽക്കും അവര്, കോൺജുഗേറ്റ് ബേസുമായിട്ടും എന്ത് ചെയ്യും? ഇവ ആക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, predict the nature of the solution produced by the hydrolysis of sodium acetate. Okay, calculate the pH of, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Explain the effect of pressure in the following equilibrium using Le Chatelet's principle. അതായത് CO, അതായത് എഫക്ട് ഓഫ് പ്രഷർ, അതാണ് ചോദിച്ചിരിക്കുന്നത്. CO + 3H2 gives CH4 + H2O എന്നുള്ളതാണ്. പ്രഷർ കാൽക്കുലേറ്റ്, പ്രഷറിനെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം മക്കളെ? എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഓക്കെ, CO ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ 3H2, സോ 3 + 1 അല്ലെ, 4 മോൾസ് ഉണ്ട്. ഇവിടെ 1 + 1 അല്ലെ, 1 മോൾ ഓഫ് CH4ഉം 1 മോൾ ഓഫ് H2O ആണ്. സോ ടോട്ടൽ എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ്. അപ്പൊ ഇവിടുന്ന് 4ൽ നിന്ന് 2 ആയിട്ട് കുറയുക ചെയ്തത്, ശരിയല്ലേ? 4ൽ നിന്ന് 2 ആയിട്ട് കുറഞ്ഞു. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പൊ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നു അല്ലെ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? പറ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്നു കേട്ടോ. ക്ലിയർ ആണല്ലോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Predict the nature of the solution produced by the hydrolysis of sodium acetate. നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക് ആണെന്ന് പറയുന്നു. കാരണം സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആയ NaOHന്റെയും വീക്ക് ആസിഡായ അസറ്റിക് ആസിഡിന്റെയും ഇങ്ങോടെയും കൂടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായി വന്നതാണ് എന്ത്? സോഡിയം അസറ്റേറ്റ്, CH3COONA അല്ലെ. അതായത് CH3COONA ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രോങ് ബേസ് ആയ NaOHും വീക്ക് ആസിഡായ അസറ്റിക് ആസിഡ് CH3COH കൂടിയും കൂടി ചേർന്നാണ് CH3CONA ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ സ്വഭാവം ഏതായിരിക്കും? ബേസിക് ആയിരിക്കും. കാരണം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണ്. മനസ്സിലായല്ലോ? രണ്ടും വീക്ക് അല്ലെങ്കിൽ രണ്ടും സ്ട്രോങ് ആണെങ്കിൽ എന്തായേനെ? അത് ന്യൂട്രൽ ആയേനെ. മനസ്സിലായോ? അതിലെ ഒരാൾ സ്ട്രോങ്ങും ഒരാളും വീക്കും ആണെങ്കിൽ ആരാണോ സ്ട്രോങ് അവരുടെ സ്വഭാവമായിരിക്കും കാണിക്കുക. ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെറ്റ് ആണോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അലീന, സെറ്റ് ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An example of Lewis acid among the following. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലൂയിസ് ആസിഡിന് ഇതിലെ എക്സാമ്പിൾ ഏതാ? HCl ആണ്, NH3 ഉണ്ട്, H2SO4 ഉണ്ട്, BF3 ഉണ്ട്. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഏതാണ് മക്കളെ? BF3 അല്ലെ. യെസ്, BF3 ആണ് ലൂയിസ് ആസിഡിന് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ലൂയിസ് ആസിഡും ലൂയിസ് ബേസിന്റെ സകല എക്സാമ്പിളും പഠിച്ചു വെക്കുക. എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി സകല എക്സാമ്പിളും പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷന്റെ സകല എക്സാമ്പിളും പഠിച്ചു വെക്കണം. കാരണം അതൊക്കെ എന്താണ്? നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write the expression for the equilibrium constant for the general reaction AA plus BB gives CC plus GD. നമുക്ക് അറിയാവുന്നതാണ് ജനറൽ റിയാക്ഷന്റെ അല്ലെ.
അതെല്ലാവർക്കും അറിയാലോ. കെ സിയും കെ പി എഴുതാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഓഫ് എ റിയാക്ഷൻ ഇൻ ദ ഇക്വിലിബ്രിയം. ഇതും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കെ പി ഇസിക്കൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എ. ഓക്കെ, രണ്ടും നമുക്ക് അറിയാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? അതായത് അയോണിക് പ്രൊഡക്റ്റ്, വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ് എന്താണെന്നും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത് HBr, HI, HF, HCl. എല്ലാം നിങ്ങൾ നോക്കിയാൽ അത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ് അല്ലേ? അതായത് Br, I, F, Cl ഒക്കെ എന്താണ്? ഹാലൈഡുകളാണ്, ഹാലജൻസ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനിയോണിക് പാർട്ടിന്റെ സൈസ് കൂടുന്തോറും അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ആനിയോണിക് പാർട്ട് എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് പാർട്ട് അല്ലെ? HBr ആരാ നെഗറ്റീവ് പാർട്ട്? Br അല്ലെ? H പ്ലസും Br മൈനസ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഓക്കെ, HI ആരാ ആനിയോണിക് പാർട്ട്? I ആണ്. HCl ആരാണ്? Cl മൈനസ് ആണ്. HF ആരാണ്? F ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരും മക്കളെ? ഏറ്റവും ചെറിയ ആൾക്ക് അല്ലെ ആനിയോണിക് പാർട്ടിന്റെ വലിപ്പം കൂടുന്തോറും ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും അല്ലെ? ആനിയോണിക് പാർട്ടിന്റെ വലിപ്പം കൂടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിലെ ആരാണ് ഏറ്റവും അധികം? പീരിയോഡിക് ടേബിളില് F ആണ് ആദ്യത്തെ ഹാലജൻ ആണല്ലോ. 9th എലമെന്റ് ആണ് ഫ്ലൂറിൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്ലൂറിനാണ് ഏറ്റവും, ഈ 4 പേരിലും ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിന്റെയാണ്. സോ എന്തായിരിക്കും? HF ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആസിഡിക് സ്ട്രെങ്ത് ഉള്ള ആസിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ HF-നേക്കാൾ പിന്നെ അടുത്ത ആരാ? HCl അല്ലെ? HF കഴിഞ്ഞാൽ പിന്നെ Cl ആ, 17th എലമെന്റ്. ഓക്കെ, HF കഴിഞ്ഞ് Cl കഴിഞ്ഞ് പിന്നെ അടുത്ത ഹാലജൻ ആരാണ്? ബ്രോമിൻ ആണ്. അടുത്ത ആരാണ്? HI ആണ്. സോറി, I ആണ്. ഓക്കെ, സോ HI ആണ് അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആനിയോണിക് പാർട്ടിന്റെ വലിപ്പം കൂടുന്തോറും ആസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ? ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, ദ ഡിസോസിയേഷൻ ഓഫ് NH4OH is suppressed by the addition of NH4Cl. Name the principle applied here. Give an example for the acidic buffer. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്? ഒരെണ്ണം കോമൺ അയോൺ എഫക്റ്റ്, മറ്റേത് അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിളും കൊടുക്കാനാണ്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്താണെന്നായിരുന്നു? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ molar concentration of hydrogen ion or hydronium ion and hydroxyl ion in a water or in an aqueous solution. അല്ലെ? aqueous solutionലോ ഉള്ള അല്ലെങ്കിൽ വാട്ടറിലോ എന്താണ്? മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഏതൊക്കെ മോളാർ കോൺസെൻട്രേഷന്റെ? ഹൈഡ്രജൻ അയോണിന്റെ H+ അയോണിന്റെ കോൺസെൻട്രേഷനോ, അതല്ലെങ്കിൽ പറയാം H3O+ ഹൈഡ്രോണിയം അയോണിന്റെ കേസും പറയാം. അതല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത്? അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കണം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നമ്മൾ അസിഡിക് സ്ട്രെങ്ത് പറഞ്ഞിരുന്നു, അത് കോമൺ അയോൺ എഫക്റ്റ് ആണ്. അതുപോലെ അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആൻ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അസിഡിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. രണ്ടിന്റെ മിക്സ്ചർ നമുക്ക് അസിഡിക് ബഫർ ആയിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? അസിഡിക് ബഫറും ബേസിക് ബഫറും എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ബഫർ സൊല്യൂഷൻ അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? അസിഡിക് ബഫറും ബേസിക് ബഫറും. ഓരോന്നിനും ഓരോ എക്സാമ്പിളും പഠിക്കണം. കേട്ടോ ജിതേന്ദ്ര? സെറ്റാണോ ജിതേന്ദ്ര? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്തൊക്കെയാണ്? Kc എഴുതാൻ അല്ലെ? Kc എഴുതാനാണ്. രണ്ടിന്റെയും Kc എഴുതാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പഠിച്ചു വെച്ചോളാം, വിട്ടുപോകരുത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ബഫർ സൊല്യൂഷൻ എന്താണെന്നും അതിന് എക്സാമ്പിൾ എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ബഫർ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താണ്? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ ഡൈല്യൂഷൻ ഓർ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ഈസ് കോൾഡ് ബഫർ സൊല്യൂഷൻ അല്ലെ? അതായത് pH മാറാതിരിക്കാൻ വേണ്ടി, pH-ൽ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എന്താണ്? ഒരു ആൽക്കലി അല്ലെങ്കിൽ ആസിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും എക്സാമ്പിൾ പഠിക്കണം. ഇപ്പൊ ജസ്റ്റ് ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ബഫർ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർമ്മ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ബേസിക് ബഫർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ബഫർ കൊടുക്കണം. അസിഡിക് ബഫർ എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസിഡിക് ബഫറിന് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. predict the effect of change of pressure in the following. ഇവിടെ നമ്മൾ പ്രഷർ ആണ്. എങ്ങനെയായിരിക്കും? H2 plus I2 gives 2HI ആണ്. ഇവിടെ എന്താ മക്കളെ? 2 ആണ്. നമ്പർ ഓഫ് മോൾസ് റിയാക്ടിങ് സൈഡിൽ എത്രയുണ്ട്? 2 ആണ് അല്ലെ? ഒരു H2 ഒരു I2 ആണ്. സോ 2 ആണ്. 1 1 2 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? പ്രഷറിന് വല്ല ചേഞ്ച് ഉണ്ടോ?
ഇല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് മോൾസിന് ചേഞ്ച് ഇല്ല. അതായത് വോളിയത്തിന് അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. വോളിയം കൂടുകയോ കുറയോ ചെയ്താൽ മാത്രമേ പ്രഷറിന് അവിടെ ചേഞ്ച് വരുള്ളൂ. ഓക്കെ, സോ അവിടെ നോ ചേഞ്ച് ആണ്. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു പ്രെഡിക്ട് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് ഇക്വിലിബ്രിയം. ഏതായിരിക്കും? ലേ ഷാർട്ട്ലെസ് പ്രിൻസിപ്പിൾ. സ്റ്റേറ്റിന് എല്ലാവർക്കും അറിയാലോ, പഠിച്ചു വെച്ചോളണം. ലേ ഷാർട്ട്ലെസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഉഷാറായിട്ട് കഴിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ അറേനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. എല്ലാവർക്കും വളരെ നല്ലപോലെ അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ? H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ആസിഡ് ആണെന്നും H+ OH- അയോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ എന്താണ്? ബേസസ് ആണെന്നും പറയുന്ന കോൺസെപ്റ്റ് ആണ് അറേനിയസ് കോൺസെപ്റ്റ്. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോയിങ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതായത് ഒരു സംഭവം തന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ് എഴുതാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാം. കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O is H3O+. അല്ലെ? കാരണം എന്താണ്? H2O എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബേസിൽ നിന്നുണ്ടായി വരുന്ന ഒരു ആസിഡ് അല്ലെ? അതാണ് കോൺജുഗേറ്റ് ആസിഡ് അല്ലെ? ഒരു ബേസിൽ നിന്ന്. അപ്പൊ നമുക്കറിയാം H2O ആസിഡുമായിട്ടും ബേസുമായിട്ടും ആക്ട് ചെയ്യും, ശരിയല്ലേ? അപ്പോ ഇത് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, H2O ഒരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലേക്ക് ഒരു ഹൈഡ്രജൻ അയോൺ കയറി. അപ്പൊ എന്തായി മാറി? H3O+ ആയി മാറി അല്ലെ? ഒരു ഹൈഡ്രജൻ H2Oയിലേക്ക് ഒരു ഹൈഡ്രജൻ വന്ന് കയറി കഴിഞ്ഞപ്പോൾ അത് എന്തായി മാറി? H3O+ ആയി മാറി. ഇല്ലടാ? ഓക്കെ, അപ്പൊ അതെന്താണ്? ഒരു കോൺജുഗേറ്റ് ആസിഡ്. കാരണം അതൊരു ബേസ് ആയിട്ട് നമ്മൾ കണക്കാക്കി. H2O ഒരു ബേസ് ആയിട്ട് കണക്കാക്കി അതിലേക്ക് ഒരു ഹൈഡ്രജൻ അയോൺ വന്ന് കയറി കഴിഞ്ഞപ്പോൾ അത് എന്ത് സംഭവമായി മാറി? അത് ഒരു ആസിഡ് ആയി മാറി. H3O+ എന്ന് പറയുന്ന ആസിഡിക് ഫോമിലേക്ക് മാറി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? H2Oയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ എന്താണ്? ഒരു ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവ് വേണം അല്ലെ? അതായത് കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ ഒരു ആസിഡിൽ നിന്ന് ഒരു ബേസ് ഫോം ചെയ്യുക അല്ലെ? ഒരു ആസിഡിൽ നിന്ന് ഒരു ബേസ് ഫോം ചെയ്യുക. അപ്പൊ H2O നമ്മളൊരു ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് എന്താണ്? H2Oയിൽ നിന്ന് ഒരു H+ എന്ത് ചെയ്യുവാണ്? ഒരു അതായത് ഒരു ബേസ് ഫോം ചെയ്യുമ്പോൾ, ഒരു ആസിഡിൽ നിന്ന് ബേസ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. H2Oനെ ഒരു ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒരു H+നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവ് വേണം അല്ലെ? ഒരു H+നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന H2Oയിൽ നിന്ന് ഒരു ഹൈഡ്രജൻസ് അങ്ങ് പോയി, 2 ഹൈഡ്രജനും പോയി, H+ പോയി, വീണ്ടും ഒരു H+ പോയി. അപ്പൊ പിന്നെ ബാക്കി അവിടെ ആരോ ഉള്ളൂ? O- എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക അല്ലെ? അപ്പൊ അതെന്താണ്? അവിടെ ഒരു ബേസിക് ഫോമിലാണ് നിൽക്കുക, ശരിയല്ലേ? ആണോ? H2Oയിൽ നിന്ന് 2 ഹൈഡ്രജനും പോകാലോ, H+ എന്നുള്ള രീതിയിൽ പോകാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, OH- എന്നും പറയാം. ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ എന്താണ്? OH- ആണ്. 2 ഹൈഡ്രജനും പോയി കഴിഞ്ഞാൽ എന്തായി? അങ്ങനെയും പറയാം. ഓക്കെ, 2 ഹൈഡ്രജൻ എന്തായാലും പോയില്ല, OH- ആണ്. അവിടെ എന്തോ മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്, OH- ആണ്. ഓക്കെ, അടുത്ത കോൺജുഗേറ്റ് ആസിഡിന്റെ കേസിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. NH3യുടെ കേസ് വെച്ചാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ. എങ്ങനെ? NH3യിൽ എന്താണ്? NH3യിലേക്ക് ഒരു ഹൈഡ്രജൻ വന്ന് കയറി. NH3 ഒരു ബേസ് ആയിരുന്നു, അതിലേക്ക് ഒരു ഹൈഡ്രജൻ വന്ന് കയറി. അപ്പൊ എന്തായി മാറി? NH4+ ആയി. അതെന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ആണ്. അതേസമയം NH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അങ്ങ് പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? NH2- ആയി മാറി അല്ലെ? അപ്പൊ എന്ത് സംഭവിച്ചു? അതൊരു ബേസ് ഫോമിലേക്ക് മാറി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഉഷാറായിട്ട് കഴിച്ചോ? സെറ്റാണോ? ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ബേസ് ആകും. ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനം എന്തായി മാറും? ബേസിക് ഫോം ആകും. ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനം എന്തായി മാറും? ആസിഡിക് ഫോമിലേക്ക് ആകും. മനസ്സിലായോ? ഓക്കെ, ആരാണോ അക്സെപ്റ്റ് ചെയ്യുന്നവൻ അവൻ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. ആരാണോ കൊടുക്കുന്നവൻ അവൻ എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. അപ്പൊ കൊടുക്കുന്ന സമയത്ത് അവൻ ആസിഡ് ആയിരുന്നു, പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്തായി മാറി? ബേസ് ആയി മാറി. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, H+ കൂടെ ഉണ്ടായിരുന്ന കാലത്തോളം എന്തായിരുന്നു? ആസിഡ് ആയിരുന്നു. H+ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്തായി മാറി? ബേസ് ആയി മാറി. അങ്ങനെ ഉണ്ടാവുന്ന ബേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിലവിലെ ബേസ് ആയിരുന്നു അവൻ, ഒരു H+നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി മാറി? ആസിഡ് ആയിട്ട് മാറി. അപ്പൊ അവനെ വിളിക്കുന്ന പേരാണ്, ഒരു ബേസിൽ നിന്ന് ആസിഡ് ഫോം ചെയ്തു, അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺജുഗേറ്റ് ആസിഡ് എന്നും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിലെ H2O, അതായത് റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദ ബേസ് H2O. നമ്മളിപ്പോ
പറഞ്ഞോളൂ. ഓക്കെ, അത് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അത് പല രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ ദ ടേം പി എച്ച്. പി എച്ച് എന്ന് പറയാൻ ടേം ഡിഫൈൻ ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇക്വേഷൻ പഠിക്കുന്നതാണ്. കാരണം ഇക്വേഷൻ പഠിച്ച രണ്ട് ഗുണം എന്താണ്? ഒന്ന് പ്രോബ്ലം ചെയ്യാം, ഒന്ന് ഡെഫിനേഷൻ ചോദിച്ചാൽ ഡെഫിനേഷനിൽ എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ ഡെഫിനേഷൻ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ പഠിച്ചിടുക. അതെല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മൊളാലിറ്റി ഇല്ലേ, അതിന്റെ ഡെഫിനേഷൻ എന്ത് ചെയ്യുക? പഠിക്കണ്ട, പകരം എന്ത് ചെയ്യുക? ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ഇക്വേഷൻ പഠിച്ച രണ്ട് ഗുണമുണ്ട്. ഇക്വേഷൻ പഠിച്ച ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാലും അത് തന്നെ എഴുതി വെച്ചാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോഴും അത് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഏതെങ്കിലും നമുക്ക് ആ ഇക്വേഷൻ പഠിച്ചിട്ട് പോയാൽ അങ്ങനെ രണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് അത് പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 × 10⁻⁻12 മോളാർ വെച്ചുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണ്. പ്രാർത്ഥിക്കുക ഇത് ഈ പ്രാവശ്യം വരട്ടെ എന്ന്. ഓക്കെ, കാരണം ഒരു 2 മാർക്ക് സുഖമായിട്ട് മേടിച്ചെടുക്കാം. സെറ്റ് ആണല്ലോ. ഓക്കെ, അതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ വെദർ ദ സൊല്യൂഷൻ ഇസ് അസിഡിക് ഓർ ബേസിക്. നമുക്ക് നോക്കാം. 3 × 10⁻12 വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.52229 എന്നാണ്. നമുക്കറിയാം 11 പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായത് ബേസിക്കാ അല്ലെ. കാരണം 7നേക്കാൾ കൂടുതലാണ് ഈ ബേസിക്കും, 7നേക്കാൾ കുറവാണെങ്കിൽ അസിഡിക് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്, 7 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. For a chemical reaction, the reaction coefficient QC is greater than the equilibrium constant Kc. Predict the direction of reaction. നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്യൂസിക്ക് കേസിനേക്കാൾ കൂടുതലാണ് വാല്യൂ എങ്കിൽ അതെന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? യെസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അല്ലെ. ക്യൂസിക്ക് കേസിനേക്കാൾ വാല്യൂ കൂടുതലാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനും, കേസിക്ക് ക്യൂസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിലും, ക്യൂസി = KC ആണെങ്കിൽ എന്താണ്? ഇക്വിലിബ്രിയം ആണെന്ന് നമ്മൾ കഴിഞ്ഞ റിവിഷൻ ടൈമിലും അടക്കം ഞാൻ പഠിപ്പിച്ചതാ. ഓർമ്മയുണ്ടോ? ഇനി ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, predict the effect of change in pressure. കണ്ടോ, പ്രഷർ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംമാതിരി ചോദിക്കേണ്ട. ആൻഡ് ടെമ്പറേച്ചർ, ഇവിടെയാണ് കാര്യം. ഓക്കെ, N2 + 3H2 gives 2NH3. നമുക്കറിയാം ഹേബർ പ്രോസസ്സും കണ്ട നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് 10ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തന്നെ സംഭവം ആണല്ലോ. കാരണം എന്താണ്? N2 + 3H2 എന്ന് പറയുമ്പോൾ 1 + 3 ആണ്, 4 ആണ്, അത് 2 ആയിട്ട് കുറയുന്നുണ്ട്. പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫേവർ ചെയ്യുന്നു. ശരിയാണല്ലോ. പക്ഷെ ടെമ്പറേച്ചറിന്റെ കേസിൽ നിങ്ങൾ ഈ വർഷം പഠിക്കുന്ന വേറെ രീതിയിലാണ്. അങ്ങനെയാ, ΔHന്റെ വാല്യൂ -92.38 kJ/mol. ഓക്കെ, ΔHന്റെ വാല്യൂ നെഗറ്റീവ് ആണുള്ളത്, എക്സോതെർമിക് ആണ്. ഓക്കെ, ΔHന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് എന്തായിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ? സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കുറയുക. ശരിയല്ലേ? ഇപ്പൊ ഞാൻ കിടന്ന് ഓടിക്കതിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ വേർക്കുന്ന എന്തുകൊണ്ടാ? എന്റെ ബോഡിയുടെ ഉള്ളിൽ എന്ത് ചെയ്യാനാ? തണുക്കാൻ വേണ്ടിയാ അല്ലെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? വേർത്തു പോകുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് എന്താണ് എക്സോതെർമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. ശരിയല്ലേ? ഹീറ്റിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. അങ്ങനെ എക്സോതെർമിക് റിയാക്ഷനിൽ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുവാണ്? കുറഞ്ഞു പോവാണ്. അതിലേക്ക് ഞാൻ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇവിടെ ഫോർവേഡ് റിയാക്ഷനിലാണ് എന്ത്? എക്സോതെർമിക്. സോ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫേവർ ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നു. മനസ്സിലായോ? ക്ലിയർ ആണ്? ഉഷാറായിട്ട് ചോദിച്ചേ. സെറ്റ് ആണോ? യെസ്. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ, ഇത് അറിഞ്ഞിരിക്കണം. കണ്ടോ, ഹിയർ ദ ഫോർവേഡ് റിയാക്ഷൻ ഇസ് നോ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസിംഗ് റിയാക്ഷൻ, ഹൈ പ്രഷർ ഫേവേഴ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ദ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്, സോ ലോ ടെമ്പറേച്ചർ ഫേവർ ദ ഫോർവേഡ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇപ്പൊ എൻഡോതെർമിക് ആണെങ്കിലോ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനിൽ നിൽക്കുവാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലൂയിസ് ആസിഡ്? ഇതിൽ ലൂയിസ് ആസിഡ് ഏതാ മക്കളെ? HO- F- NH3 BCl3 ഏതായിരിക്കും? കൈ കൊണ്ട് കാണിക്കുക. യെസ്, വെരി ഗുഡ്, BCl3 അല്ലെ. BF3 പഠിച്ചിട്ടുണ്ട്, എന്നാ പിന്നെ BCl3 ശരിയല്ലേ? കാരണം COF ഒക്കെ എന്താണ്? ഹാലജൻസ് ആണ് അല്ലെ. സോ BCl3 വന്നാലും BF3 വന്നാലും എന്താണ്? അത് എന്തായിരിക്കും? ലൂയിസ് ആസിഡ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്?
വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി കൂടി ചേർന്നുണ്ടാവുന്നത് നോക്കിക്കേറാം. CH3CONA അല്ലേ വീക്ക് ആസിഡ് അല്ലേ, CH3COH അസറ്റിക് ആസിഡ് അല്ലേ. ആ അസറ്റിക് ആസിഡും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബേസ് ആയ NaOH കൂടി ചേർന്നല്ലേ CH3CONA ഉണ്ടാവുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്നതല്ലേ. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. CH3CONA നമ്മൾ അങ്ങനെ നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾസിൽ വരുന്നതാണ് CH3CONA, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് വീക്ക് ആസിഡായ CH3COOHും അതുപോലെ തന്നെ സ്ട്രോങ് ബേസ് ആയ NaOHും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, CH3CONA ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആയിരുന്നു, അതുകൊണ്ട് A ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് ചോദിച്ചാൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതിൽ നിന്ന്? ഉണ്ടോ? ഇല്ല, ഉണ്ട്. യാതൊരു ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോമൺ അയോൺ എഫക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കോമൺ അയോൺ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. ബ്രോൺസൺ ലോറി കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ബ്രോൺസൺ ലോറി കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞുകൊണ്ടാട്ടോ ആൻസർ റെഫർ ദ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബ്രോൺസൺ ലോറി കോൺസെപ്റ്റ് ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് അല്ലേ. അത് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്, അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയ അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ രണ്ടും ചോദിക്കാറുള്ള. ഹോമോജീനിയസ് ഇക്വിലിബ്രിയയും ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയയും വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെച്ചോളാം. സിമ്പിളാണ്. ഓക്കെ, എന്തായിരുന്നു ഹോമോജീനിയസ് എന്ന് വെച്ചാൽ റിയാക്ടൻസും പ്രൊഡക്ട്സും സെയിം ഫേസിൽ അല്ലെ, സെയിം ഫേസിൽ. ഇപ്പം റിയാക്ടൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഗ്യാസ് ഫേസിലാണ് നിൽക്കുന്ന എല്ലാവരും. പ്രൊഡക്റ്റ് വന്നപ്പോൾ അതും ഗ്യാസ് ഫേസിലാണെങ്കിൽ എന്താണ്, ഹോമോജീനിയസ് ആ. അതേസമയം ഹെട്രോജീനിയസ് ആണെങ്കിൽ എന്തായിരിക്കും, റിയാക്ടൻസും പ്രൊഡക്ട്സും ഡിഫറെന്റ് ഫേസിലായിരിക്കും അല്ലെ. റിയാക്ടൻസ് ആണ്, അപ്പൊ അത് സോളിഡ് ആയിരുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തപ്പോൾ എന്തായി മാറി, ഗേഷ്യസ് ഫേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതെന്താണ്, ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചോളാം. ഇറ്റ് ഈസ് ആൻ equilibrium process in which all the reactants and products are in same phase. ഓക്കെ, എക്സാമ്പിൾ N2 + 3H2 gives 2NH3. ഹെട്രോജീനിയസ് ആണെങ്കിൽ എക്സാമ്പിൾ എന്തായിരുന്നു, CaCO3 അല്ലെ, കാക്കോ3 എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന സാധനം. CaCO3 gives എന്താണ്, CaO + CO2. അതില് CaCO3 എന്ന് പറയുന്നത് സോളിഡ് ആണ്, CaOയും സോളിഡ് ആണ്, CO2 എന്താണ്, ഗ്യാസ് ആണ്. ഓക്കെ, അത് നിങ്ങളുടെ മെറ്റീരിയൽ കിടപ്പുണ്ട്, കൃത്യമായി പഠിച്ചിട്ട് നോക്കണം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എടാ മക്കളെ ഇത് പഠിക്കണോട്ടോ, ഇത് ചോദിക്കൂട്ടോ എന്ന് പറഞ്ഞു വിട്ടാൽ അത് മാത്രം പഠിക്കില്ല, ബാക്കിയൊക്കെ പഠിച്ചിട്ട് പോകും. അതാണ് നമ്മുടെ മക്കള്. ഓക്കെ, അതാണ് നിങ്ങൾ, അതാണ് നിങ്ങളുടെ ഡിഫറൻസ് ആണത്. ഓക്കെ, നമുക്ക് എന്താണെന്നറിയില്ല, ഒരു വിശ്വാസം ഇല്ല. ആണോ? ഇത് വരുമോ ചുമ്മാ അതെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതുപോലെ റിലേഷൻഷിപ്പ് നമുക്കറിയാലോ. നോക്കിക്കേ, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ Kp and Kc ഫോർ ദ റിയാക്ഷൻ H2 + I2 gives 2Hi. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ Kp = Kc ആ. അതെങ്ങനെയാ വരുന്നത് സാറേ നിങ്ങൾ ചോദിക്കും. ഓക്കെ, നമുക്കൊന്ന് വെറുതെ നോക്കാം. അവിടെ നമ്പർ ഓഫ് മോൾസ് Kp = Kc × RT raised to Δn അല്ലേ, ഇങ്ങനെയല്ലേ ഇക്വേഷൻ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, വിശ്വാസം അതല്ലേ സർ എല്ലാം അല്ലേ, അതല്ലേ സർ എല്ലാം. ശരിയാടാ, നെൽസൺ അല്ലേ, അന്ന നെൽസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പണ്ടത്തെ മലബാർ ഗോൾഡിന്റെ പരസ്യത്തിന്റെ ക്യാപ്ഷനാണ് അത്, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ചോദിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ Kp = Kc × RT raised to Δn. ഓക്കെ, ഇതില് നിങ്ങൾ നോക്കുക, ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H2 + I2 gives 2Hi. ഓക്കെ, Δn നിങ്ങൾ നോക്കിയേ 2 - 2 ആണ് അല്ലേ, അല്ലേ, കാരണം നമ്പർ ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആ. ഇവിടെ പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ, 2 ആണ്. ഡെൽറ്റ എൻ ആട്ടോ പറയുന്നത്, ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് എത്ര തന്നെയാണ്, 2 തന്നെയാണ് വരുന്നത്, = 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് A നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 ആണ് അല്ലെ. A0 = 1 ആണ് അല്ലെ, പഠിച്ചിട്ടില്ലേ നിങ്ങൾ? എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ, ചിലരൊക്കെ ഇരിക്കുന്നുണ്ട്, സാർ ഇത് എന്താ ഈ പറയുന്നതെന്നുള്ളത്. അതായത് മാത്സിലുള്ള സംഭവമാണ് കേട്ടോ. A0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഇത് അറിയില്ലെങ്കിൽ എഴുതിയിട്ട് ആവശ്യമില്ല അടുത്ത വർഷം. ഓക്കെ, കെമിസ്ട്രിയിലല്ല, ഫിസിക്സ് മറ്റേ മാത്സിൽ ആവശ്യം വരും. ഓക്കെ, A0 = 1 ആണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമില അല്ലേ നിൽക്കുക, ശരിയല്ലേ. A0 എന്നുള്ള ഫോമിലല്ലേ നിൽക്കുക, RT raised to 0 എന്നുള്ള ഫോമിലല്ലേ നിൽക്കുക. സോ എന്തായിരിക്കും, ഇത് 1 ആയിട്ട് മാറും അല്ലെ. ഈ
എൻറ്റയർ ടൈം എന്തായി മാറും? 1 ആയിട്ട് മാറും. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു കെ സി ആയിരിക്കും. ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് വിശക്കേടാ കൈ. ദേവജിത്ത് അല്ല സാറേ, ദേവജിത്ത് സുരേഷ്. എടാ അങ്ങോട്ട് മാനത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് നോക്ക് കേട്ടാ. സർ ഡെൽറ്റ എന്ന് കണ്ടുപിടിച്ചതോ ഒന്നുകൂടെ പറ. ഡെൽറ്റ എങ്ങനെ ഡെൽറ്റയും കണ്ടുപിടിച്ച എടാ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് റിയാക്ടൻസ്, സോറി നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. എൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ബോർഡ് ഇരിക്കുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ശ്രീജിത്ത് സാറിന്റെ കുളിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ്, അതെ കൊടഞ്ഞു കൂടി ഇരിക്കേണ്ട വരും. എന്താ വെച്ചാൽ പറഞ്ഞേ വായിന്ന് വെള്ളം തെറിക്കാൻ തുടങ്ങി. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 ആണ് അല്ലെ. 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് 1H2 plus 1I2 അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 2 ഉണ്ട്. 2 minus 2 is equal to 0. ക്ലിയർ ആണോ? RT raised to delta എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? എടാ RT raised to delta എന്ന് എഴുതിയ കുഴപ്പമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ ബ്രാക്കറ്റ് ഇടണം. കാരണം ആറിനും ടിക്കും ഒരുപോലെ എന്താണ്? ബാധകമാണ്. മനസ്സിലായോ? എന്ത്? ഡെൽറ്റ എന്ന്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ് ഉഷാറായിട്ട് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. PCl5 gives PCl3 plus Cl2. Okay, what happens to the Kp of the above system if more chlorine is added to the system in equilibrium? ഇതിലേക്ക് ഞാൻ എന്താണ് ക്ലോറിനെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കും? ഇതിൽ ക്ലോറിൻ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പ്രൊഡക്റ്റ് ആരൊക്കെയാ? Cl2 അല്ലെ. അപ്പൊ അതിലേക്ക് ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കെ പിയുടെയും കെ സിയുടെയും റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് 2 - 1 ആണ് ചെയ്യുന്നത് അല്ലെ. 2 - 1 കാരണം ഇവിടെ 1 + 1 2 ആണ്, അവിടെ 1 ആണ്. 2 - 1 ഇപ്പോൾ 1 വന്നു. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT. ക്ലിയർ ആണല്ലോ? കാരണം ഡെൽറ്റ എന്നിന്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്താൽ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT ആയിരിക്കുമല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആൻഷർ കഴിച്ചിടാം സാറേ. ഒരാൾ വന്നിട്ടില്ല, എന്താണ്? ആൽബിൻ. എടാ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കുമോ? ഡൗട്ട് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. CaCO3 gives CaO plus CO2. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദ KP. KPയുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. KP എഴുതുമ്പോൾ KP is equal to PCO2. എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയോ മക്കളെ? PCO2. ബാക്കിയുള്ളവരെ എഴുതാത്ത എന്താ? CaCO3യും അതുപോലെ തന്നെ CaOയും സോളിഡ്സാ. ശരിയല്ലേ? അവർ രണ്ടുപേരും ഇവിടെ സോളിഡ്സാ. സോളിഡ്സ് ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ പ്രഷർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? പാർഷ്യൽ പ്രഷർ എഴുതുമ്പോൾ നമ്മൾ എന്താണ്? സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 1 ആയിട്ട്. KP എഴുതുമ്പോൾ പാർഷ്യൽ പ്രഷർ അല്ല. ഇക്വേഷൻ കുഴപ്പമില്ലടാ. ആ ഇക്വേഷൻ എഴുതിയ കുഴപ്പമുണ്ടെങ്കിൽ RT raised to delta എന്നുള്ളത് ബ്രാക്കറ്റിലിട്ട് എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞോളൂ. മനസ്സിലായോ? ഓക്കെ, അത് ഇവിടെ വരാൻ കാരണം KP is equal to PCO2 വരാൻ കാരണം നമുക്കറിയാലോ. PCO ബാക്കിയുള്ളവർ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം പാർഷ്യൽ പ്രഷർ ഇസ് എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാ? ഗേഷ്യസ് ഫേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മനസ്സിലായോ? അറിഞ്ഞിരുന്നോളണം. അടുത്ത വർഷം ഫസ്റ്റ് ചാപ്റ്റർ പാർഷ്യൽ പ്രഷറിനെ കുറിച്ച് മൊത്തം പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഇതായിട്ട്. കേസിയുടെ കാര്യം, കേസ് എഴുതുന്ന ഗ്യാസ് മാത്രമല്ലേ നോക്കുള്ളൂ. അതെ, കേസ് എഴുതുമ്പോൾ അത് മാത്രമേ നോക്കുള്ളൂ. ഞാൻ ഇവിടെ നമ്മൾ പ്രഷർ KPയുടെ കേസ് പറയുന്നതുകൊണ്ടാണ് ഞാൻ KP എടുത്ത് പറയുന്നത് കേട്ടാ. ഓക്കെ, KPയുടെ കേസ് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക. അപ്പോൾ നമ്മൾ എന്താണ്? KP is equal to PCO2, പാർഷ്യൽ പ്രഷർ ഓഫ് CO2. ബാക്കിയുള്ളവർ എന്താണ്? 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതാണ് റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ KP എഴുതുമ്പോൾ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC ഇൻ ദ എബോവ് റിയാക്ഷൻ. KPയും KCയും തമ്മിലുള്ള ബന്ധം എഴുതുമ്പോൾ നമ്മൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് നോക്കണം. നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോൾ എന്താണ്? 1 - 0. അതെങ്ങനെ 1 - 0 വന്നത് നോക്കിക്കേ. ഓക്കെ, യെസ്. കേസിൽ അങ്ങനെ സോളിഡ് ആൻഡ് ലിക്വിഡിന്റെ കേസിൽ അങ്ങനെ പറയും കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മളത് KCയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ 1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുള്ളൂ. KP പറയുമ്പോൾ നമ്മൾ എൻറ്റയർ ആയിട്ട് എന്ത് ചെയ്യുക?
ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം കേട്ടോ. സാധാ ഇക്വേഷൻ എഴുതുമ്പോഴും 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. KP യുടെ കേസ് എഴുതുമ്പോൾ MP മൈനസ് NR, അതായത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം 1 മൈനസ് 0 ഇസ് ഇക്വൽ ടു 1. ഓക്കെ, 1 മൈനസ് 0 ഇസ് ഇക്വൽ ടു 1 വരാൻ കാരണം എന്താണെന്നറിയോ? നമ്മളിവിടെ CO2 മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. കാരണം KP ഇസ് ഇക്വൽ ടു PCO2 എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്പർ ഓഫ് മോൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? 0 ആയിട്ട് കൺസിഡർ ചെയ്യും കേട്ടോ. ക്ലിയർ ആണോ? പാർഷ്യൽ പ്രഷറിന്റെ കേസിൽ മാത്രമായിട്ട് ഈ പറയുന്നുള്ളൂ. പാർഷ്യൽ പ്രഷറിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഇത് പറയുന്നുള്ളൂ. എന്താണ്? KCയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയില്ല. KPയുടെ കേസിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. എന്താണ്? ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം അതെന്താണ്? KPയുടെ കേസ് പറയുന്നതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ, നമ്പർ ഓഫ് മോൾ 0 ആയിട്ട് എടുക്കണം. CO2യുടെ കേസ് മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 1 മൈനസ് 0 വന്നത് CO2ന്റെ 1 ആണ്. ഇവിടെ CO3 എന്താണ്? 0 ആയിട്ട് കൺസിഡർ ചെയ്തു. അതുകൊണ്ട് 1 മൈനസ് 0 ഈസ് ഇക്വൽ ടു 1. ക്ലിയർ ആണ് ഷറേ കൈവിച്ച? സെറ്റ് ആണോ? ഓക്കെ, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ aqueous solution of ionic compounds NaCl, CH3CONa and NH4Cl show different pH. Identify the acidic, basic and neutral solution among these. Justify your answer എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മുൻപ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ആസിഡിക് ക്യാരക്ടർ ആണ് NH4Cl, ബേസിക് കാണിക്കുന്നത് CH3CONa, ന്യൂട്രൽ കാണിക്കുന്നത് NaCl. നമുക്കറിയാം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. നമ്മൾ നോക്കിക്കേ, ആസിഡിക് കാണിക്കാൻ കാരണം എന്താണ്? NH4Cl എങ്ങനെയാ ഉണ്ടായി വന്നത്? NH4Cl എങ്ങനെയാ ഉണ്ടായി വന്നത്? നോക്ക്, NH4Cl is a strong acid of HCl and weak base NH4OH. HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും NH4OH എന്ന് പറയുന്ന വീക്ക് ബേസും കൂടി ചേർന്നാണ് എന്തുണ്ടായത്? NH4Cl ഉണ്ടായത്. അപ്പം സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, അതുകൊണ്ട് അത് ആസിഡായി മാറി. ഓക്കെ, ആസിഡ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതേസമയം വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്ന എന്തുണ്ടായത്? CH3CONa ഉണ്ടായത്. അതുകൊണ്ട് അത് എന്തായിരിക്കും? ബേസിക് സ്വഭാവമായിരിക്കും കാണിക്കുക. അതായത് വീക്ക് ആസിഡ് ആയ എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്, അതും സ്ട്രോങ് ബേസ് ആയ NaOH, ഇവ തമ്മിൽ കൂടി ചേർന്നാണ് എന്തുണ്ടായത്? CH3CONa ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബേസിക് ക്യാരക്ടർ കാണിക്കാൻ കാരണം. NaCl ഫോം ചെയ്ത് എങ്ങനെയാ മക്കളെ? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്ന. ഇപ്പൊ രണ്ടും സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്തായി മാറി? ന്യൂട്രലായി മാറി. മനസ്സിലായോ? മനസ്സിലായെന്ന് കഴിച്ചു. സെറ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വെൻ സം സോഡിയം അസറ്റേറ്റ് ഈസ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്. നമുക്കറിയാം ഇത് ഏതാ ഫിനോമിനൻ? കോമൺ അയൺ എഫക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AgCl2 gives Ag plus Cl minus. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോലബിലിറ്റി ഓഫ് AgCl ഈസ് 1.06 into 10 raised to minus 5 mole per liter at 298 Kelvin. Find out its KSP at this temperature. KSP കാൽക്കുലേറ്റ് ചെയ്യാം. KSP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന രീതി തന്നെ പഠിച്ചു നോക്കണം കേട്ടോ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. എല്ലായിടത്തും ആ കോൺസെപ്റ്റ് അതുപോലെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇക്വേഷൻസ് മാറി മാറി വരും, കോൺസെപ്റ്റ് അതുപോലെ അപ്ലൈ ചെയ്യുക. AgCl gives Ag plus Cl minus എന്നാണ് അല്ലേ? ഇതിലെ Ag പ്ലസ് ഇല്ലേ, നമ്മൾ സോലുബിലിറ്റി KSP ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോലുബിലിറ്റി നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1.06 into 10 raised to minus 5 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോലുബിലിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? എസ് എന്ന് പറഞ്ഞെടുക്കാം അല്ലെ? സോലുബിലിറ്റിയെ എസ് എന്ന രീതിയിൽ എടുക്കുവാണെങ്കിൽ ഈ ഇക്വേഷനിലെ Ag പ്ലസിന്റെ സോലുബിലിറ്റി എന്തായിരിക്കും മക്കളെ? ഒരു എസ് ആയിരിക്കും. Cl മൈനസിന്റെയും എന്തായിരിക്കും? എസ് തന്നെയായിരിക്കും. ആണല്ലോ? ഓക്കെ, Ag പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോലുബിലിറ്റിയും എസും, Clന്റെ സോലുബിലിറ്റി എന്ത് തന്നെയായിരിക്കും? എസ് ആയിരിക്കും. അപ്പോ എസ് ഇൻറ്റു എസ് എന്ന് നമ്മൾ എടുക്കുവാണ്. കോൺസെൻട്രേഷൻ ഓഫ് എസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് എന്തായിരിക്കും മക്കളെ? എസ് സ്ക്വയർ ആണ്. ആണോ? ആണെങ്കിലും ഷെയർ കൈവശുക. എസ് ഇൻറ്റു എസ്, അത് സോലുബിലിറ്റി നമ്മൾ Ag പ്ലസിനെ എസ് എന്ന് എടുത്തു, Cl മൈനസിനും നമ്മൾ എന്തെന്ന് എടുത്തു? എസ് എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എസ് ഇൻറ്റു എസ് എന്താണ്? എസ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എസ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ KSP ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് നോക്കാം. ഓക്കെ, എസ് ഈസ് 1.06 into 10 raised to minus 5 mole per liter. AgClന്റെ KSP ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അതെങ്ങനെയാ കിട്ടിയതാണ് ഇപ്പൊ പറഞ്ഞത്. Ag പ്ലസിന്റെ സോലുബിലിറ്റി എസ്, Cl മൈനസിന്റെ സോലുബിലിറ്റി എസ്. സോ എസ് ഇൻറ്റു എസ് എന്താണ്? എസ് സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 1.06 into 10 raised to minus 5 all raised to 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.124 into 10 raised to minus 10 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ KSPയുടെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇനി തിരിച്ചു ചോദിക്കാം. എങ്ങനെ?
കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി എന്ന് വെക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, സെയിം രീതി തന്നെ KSP = S² എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, KSP യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, S² എന്ന് പറഞ്ഞ KSP യുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് S √, എന്താണ് ആ KSP യുടെ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? രണ്ട് രീതിയിലും ചോദിക്കാം. KSP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനി സോലുബിലിറ്റി ആണെങ്കിൽ സെയിം രീതി തന്നെ നേരെ തിരിച്ച് ചെയ്യുക. KSP യുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, S² KSP യുടെ വാല്യൂ എഴുതുക. S √, KSP യുടെ വാല്യൂ ചെയ്യുക. ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണ്? ഉഷാറായിട്ട് കൈവശം. രണ്ട് രീതിയിലും ചോദിക്കാം. ഈ രണ്ടും ഇതും നിങ്ങളുടെ മെറ്റീരിയലിലെ ലാസ്റ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് കിടപ്പുണ്ട്. KSP കാൽക്കുലേറ്റ് ചെയ്യുന്നതും സോലുബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ചെയ്തു പഠിക്കണം കേട്ടോ. ഓക്കെ, സയൻസ് സ്റ്റുഡൻസ് ആണ്, വർക്ക് ഇട്ടാലാണ് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അടുത്ത വർഷം +2 കയറിയിരുന്നിട്ട് സാറേ പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം +2 മാർക്ക് എത്ര നോക്കിയാലും ഒരു പരിധിയുണ്ട് സ്കോർ ചെയ്യുന്നതിന്. ഓക്കെ, അപ്പൊ +1 മാർക്കില്ലെങ്കിൽ +2 എത്ര കടന്ന് കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മളോട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ വാല്യൂ ഓഫ് സോലുബിലിറ്റി ആൻഡ് സോലുബിലിറ്റി പ്രോഡക്റ്റ് വെൻ HCl ഇസ് പാസ്ഡ് ത്രൂ AgCl? എന്താണ്, AgCl സൊല്യൂഷനിലൂടെ HCl പാസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോലുബിലിറ്റിയുടെയും സോലുബിലിറ്റി പ്രോഡക്റ്റിന്റെയും വാല്യൂവിന് എന്ത് സംഭവിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുള്ള ആൻസർ ആണ് പറയുന്നത്. വെൻ HCl ഇസ് പാസ്ഡ് ത്രൂ ദ എബവ് സൊല്യൂഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cl- ഇൻക്രീസസ്. ശരിയല്ലേ? AgClലേക്ക് HCl പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ Cl- കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ശരിയല്ലേ? കാരണം രണ്ടിലും കോമൺ അയോൺ ആയിട്ട് ആരാ നിൽക്കുന്നത്, Cl- അയോൺ ആണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഹെൻസ് ദ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. എന്ത് സംഭവിക്കും, അതിന്റെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നു. AgCl ഗെറ്റ് precipitate. AgCl എന്തായി മാറും, precipitate ആയിട്ട് മാറും. ഇതാണ് സംഭവിക്കുക. മനസ്സിലായോ? Cl- കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് അത് ബാക്ക്വേർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് AgCl precipitate ആയിട്ട് മാറുന്നു. ക്ലിയർ ആണോ? അനുഷാറായിട്ട് കൈവശം. സെറ്റ് ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോറി ബ്രോൺസ്റ്റഡ് എന്ന് പറഞ്ഞാലും ബ്രോൺസ്റ്റഡ് ലോറി എന്ന് പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട. രണ്ടും എന്താണ്, ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കുന്നത് ബ്രോൺസ്റ്റഡ് ലോറി എന്നാണ്. പക്ഷെ എന്താണ്, രണ്ട് സയന്റിസ്റ്റുകളാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറി മാറി പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസിസ് is based on the exchange of H+ during a reaction. Illustrate with an example of the conjugate acid base pair. നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. Explain the Lewis concept of acid and bases. According to the Lewis theory classified into the acids and bases. ഇതിൽ നമുക്ക് ആദ്യം രണ്ടെണ്ണം നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. ശരിയല്ലേ? എപ്പോഴും പറഞ്ഞു തന്നിരിക്കുന്ന സാധനങ്ങളാണ്, അതിനി പറയേണ്ട കാര്യമില്ല. അവസാനത്തെ നോക്കുക. അവസാനത്തെ ലൂയിസ് ആസിഡ് ലൂയിസ് ബേസുമായിട്ട് മാറ്റുക. ഇതിലെ H2O ഏതിൽ പെടും, ലൂയിസ് ബേസിൽ പെടും. NS3 ഏതിൽ പെടും, ലൂയിസ് ബേസിൽ പെടും. AlCl3 ലൂയിസ് ആസിഡിൽ വരും. OH- ലൂയിസ് ബേസിൽ വരും. ശരിയല്ലേ? എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം ഇതെന്തായാലും നിങ്ങൾ ആരും ഇപ്പൊ എഴുതിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കൂടെ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടേക്കാം സെപ്പറേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിക്കോളും, അത് വെച്ച് പഠിക്കുക. ഓക്കെ, ലൂയിസ് ആസിഡ് AlCl3 മാത്രമല്ല, ലൂയിസ് ബേസിസിലാണ് ബാക്കിയുള്ളവർ വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് എക്സാമ്പിൾസ് കിടപ്പുണ്ട്, അത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. KCN ഏതാണ്? ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc വെൻ ദ എബവ് റിയാക്ഷൻ ഇസ് റിവേഴ്സ്ഡ് എന്നായിരുന്നു. എന്ത് സംഭവിക്കും മക്കളെ, റിവേഴ്സ് സംഭവിച്ചാൽ ഇപ്പൊ തന്നിരിക്കുന്ന റിയാക്ഷന്റെ Kc ആണെങ്കിൽ റിവേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ 1/Kc ആയിരിക്കും. അറിയാലോ അല്ലെ? അതായത് റിവേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ Kcയുടെ വാല്യൂ എന്തായിരിക്കും, 1/Kc ആയിരിക്കും. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്, മീൻസ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീക്ക് ആസിഡ്സ് ആർ പാർഷ്യലി അയോണൈസ്ഡ് ഇൻ അക്വ സൊല്യൂഷൻസ് അല്ലെ? അതായത് എന്ത് സംഭവിക്കുന്നു, അക്വ സൊല്യൂഷൻസിൽ വീക്ക് ആസിഡ്സ് എന്താണ്, പാർഷ്യൽ അയോണൈസ് നടക്കും. വീക്ക് ആസിഡ്സ് ആണെങ്കിൽ പാർഷ്യലി ആണ് അയോണൈസ് ചെയ്യുള്ളൂ, അത് നമുക്കറിയാം. The ionization constant of some acids are given. Ionization constant തന്നിട്ടുണ്ട്. ഫോർമിക് ആസിഡിന്റെയും ഹൈപ്പോക്ലോറസ് ആസിഡിന്റെയും നൈട്രസ് ആസിഡിന്റെയും ഹൈഡ്രോസൈനിക് ആസിഡിന്റെയും ഒക്കെ നമുക്ക് എന്താണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അറേഞ്ച് ദ എബോവ് ആസിഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആസിഡിക് സ്ട്രെങ്ത്. ആസിഡിക് സ്ട്രെങ്തിന്റെ ബേസിൽ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഒരു വട്ടം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഇതിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ആർക്കാണ്, 4.9 × 10⁻⁻10 ആണ് അല്ലെ? 4.9 × 10⁻⁻10 ആണ്. ഇവനാണ് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറഞ്ഞ ആള്.
മനസ്സിലായോ? ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ എഴുതുമായിരുന്നു മക്കളെ? നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? നേരെ ഓപ്പോസിറ്റ് എഴുതി വയ്ക്കും. ശരിയല്ലേ? വാല്യൂവിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ മുതൽ അങ്ങനെ വലിയ വാല്യൂവിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ അടിപൊളിയായിട്ട് എഴുതി വയ്ക്കും. അങ്ങനെയല്ല, അയോണൈസേഷൻ കോൺസ്റ്റന്റ് കൂടിയ ആൾക്ക് ആസിഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. മനസ്സിലായല്ലോ? നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രോസൈനിക് ആസിഡ് തന്നെ ആയിരിക്കും ഏറ്റവും കുറവ്. പിന്നെ ആർക്കായിരിക്കും നൈട്രസ് ഹൈപ്പോക്ലോറസ് ആസിഡ് 10.0 × 10⁻8. എന്തുകൊണ്ടാണ് വന്നേന്ന് നോക്കണം, പവറും കൂടി നോക്കണം കേട്ടോ. കേട്ടോ, പവറും കൂടി നോക്കിയിട്ട് വേണം എഴുതി വെക്കാൻ കേട്ടോ. അല്ലാതെ ഈ വാല്യൂസ് മാത്രം നോക്കരുത്. ഇവിടെ 4.9 × 10⁻10 എന്നുള്ളത് എന്തായിരുന്നു? 10⁻10 ആണ് അല്ലെ? ഇവിടെ എന്താണ് 10⁻8ഉം 10⁻4ഉം ആണ്. ഓക്കെ, അപ്പൊ 10⁻10 കഴിഞ്ഞാൽ പിന്നെ 10⁻8 ആയിരിക്കുമല്ലോ വരേണ്ടത് അല്ലെ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും വരേണ്ടത്? 10⁻4 ആണ്. അപ്പൊ 4.5 × 10⁻4 ഉണ്ട്, 1.8 × 10⁻4 ഉണ്ട്. അതിൽ ഏറ്റവും കൂടിയതാരാ? 4.5 × 10⁻4 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യണം? എഴുതി പോവുക. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ pH ഓഫ് എ 0.01 molar acetic acid solution with the degree of ionization 0.045. എന്താ തന്നിരിക്കുന്നത്? pH കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 0.01 molar acetic acid solution എന്ന് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് അയോണൈസേഷൻ 0.05 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആൻസർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആൽഫ, നമുക്കൊരു ഇതുണ്ട് ആൽഫ, ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആണ് എന്താണ്? 0.045 വന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് H3O+ = C ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. അതായത് H3O+, കോൺസെൻട്രേഷൻ ഓഫ് H3O+ = C ആൽഫ. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.01 × C ആൽഫ. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആണ് പറയുന്നത്. അപ്പൊ എന്താണ്? 0.05 = 4.5 × 10⁻4 ആണ്. pH കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -log of H3O+ന്റെ കോൺസെൻട്രേഷൻ അതിലേക്ക് എന്ത് ചെയ്യുക? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഹൈ ഓർഡർ ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ബ്രേക്കിംഗ് ടൈം അറിയാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാം ടഫ് ആണെങ്കിൽ, അത് ടഫാണോ ഈസി ആണോ എന്ന് അറിയണമെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കേസ് കേട്ടോ. കാരണം +2 സ്റ്റുഡൻസ് അല്ല പഠിക്കാൻ മോശമുള്ളവരുണ്ടാവുമല്ലോ. സോ ആയിട്ട് ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ എക്സാം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, കയറിപ്പോരും എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടഫാണോ ഈസി ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് അത് ടഫായിരുന്നു ഈസി ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ +1 വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ടഫ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ടഫ് ആണെന്ന് മനസ്സിലായ ഫസ്റ്റ് ചെയ്യേണ്ടത്. ടഫാണോ അല്ലെങ്കിലും എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തോളാം? എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും കൃത്യമായിട്ട് എഴുതി ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരെണ്ണത്തിന് ആൻസർ അറിയില്ല. ഓക്കെ, ഒന്നിൻ്റെ അല്ല കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്നിൻ്റെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് ഏത് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ അറിയാമെങ്കിൽ സാറേ പിന്നെ ഞങ്ങൾ ഇത് ചെയ്യില്ലേ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് എഴുതി വെക്കുക? സോ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുക? എഴുതി വെച്ചേക്കുക. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ടഫാണ്, എക്സാം ടഫാണെങ്കിൽ പിന്നെ ചെയ്യുന്ന പരിപാടി അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം കത്തിക്കാനുള്ളതല്ലോ അല്ലേ? അതുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് 24 ന്യൂസും റിപ്പോർട്ടർ ലൈവിലൊക്കെ കയറി പിള്ളേർ മെയ്യോ എന്നാണ് പറഞ്ഞത് എക്സാം ടഫായി കഴിഞ്ഞാൽ. ഓക്കെ, അവർക്ക് സ്വസ്ഥതയും സ്വൈര്യമില്ല, അതങ്ങനെ അവരെ എന്ത് ചെയ്യും? അത് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലിബറലാക്കും പൊതുവെ എക്സാം. വാല്യുവേഷൻ എക്സാം അല്ല, വാല്യുവേഷൻ ലിബറലാക്കും. ഓക്കെ, അപ്പം നിങ്ങളത് അറ്റൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഒരു ഐഡിയ പറഞ്ഞതാണ്. എന്നോർത്ത് പഠിക്കാതെ പോയിട്ട് ഈ ഐഡിയ ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? എക്സാം എളുപ്പമാണെങ്കിൽ എന്താണ് ലിബറൽ ചെയ്യുന്നതിന് പകരം എന്താക്കും? ടൈറ്റ് ആക്കും. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യുക. എന്തായാലും ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ഇക്വിലിബ്രിയത്തിലെ ഏകദേശം
ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഈ ടൈപ്പ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ തരുന്ന സ്ലൈഡിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോളുക കേട്ടോ. ഓക്കെ, PDF എടുത്ത് പഠിക്കണം. നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തോളണം, നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളണം. തരുന്ന PDF വെച്ച് നിങ്ങൾ എന്ത് ചെയ്തോളണം, അത് വർക്കൗട്ട് ചെയ്തോളണം. ഓക്കെ, നമുക്ക് മുമ്പിൽ ഇനി 2 ദിവസം കൂടി ഉണ്ട് അല്ലേ? ആണല്ലോ, 2 ദിവസമല്ലേ ഉള്ളൂ. ഓക്കെ, 48 മണിക്കൂറുണ്ട് കയ്യിൽ. മനസ്സിലായോ? അതന്നെ 2 ദിവസം എന്നല്ല വിചാരിക്കേണ്ട. എങ്ങനെ വിചാരിക്കണം? 48 മണിക്കൂർ എന്ന് വിചാരിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ 48 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എപ്പോഴും ഹ്യൂജ് ആയിട്ട് വിചാരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ കാര്യമുണ്ട്, മടി പിടിക്കാനുള്ള ചാൻസ് കൂടുതല, അത്ര ഉണ്ടല്ലോ എന്ന് കരുതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന, നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? എങ്ങനെയാ അറിയില്ലെങ്കിൽ ഒരിക്കലും കൂടി പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതുപോലത്തെ ഉണ്ടാകും. കാൽക്കുലേറ്റഡ് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, 16 അവർ സ്ലീപ്പ്. നല്ലതാ കേട്ടാരിയാ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? CH3 plus 3/2 O2 gives CO2 plus 2 H2O. C plus O2 gives CO2. H2 plus half O2 gives H2O. മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്താണെന്ന് പറയാം. ഓക്കെ, ആദ്യം കോമൺ സെൻസ് വേണം, അതെല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് വെച്ചാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ ഈ ഇക്വേഷനില്ലേ CH3 plus 3/2 O2 gives CO2 plus 2 H2O എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇതില് CH3OH ആയിരിക്കാം അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക അല്ലെ? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ്? ബാക്കി 2 റിയാക്ഷനും ഒരെണ്ണം CO2 ഉണ്ടാവുന്നതും മറ്റൊന്ന് H2O ഉണ്ടാവുന്നതാണ്. ഈ CO2ഉം H2Oയും ഉണ്ടാകുന്നത് ഇവിടെ CO2 plus H2O എന്ന് കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടുത്തെ റിയാക്റ്റൻസ് ഉണ്ടായി വന്നിരിക്കുന്ന റിയാക്ഷൻസ് അല്ലേ ഇത് രണ്ടും അല്ലെ? ഇവ തമ്മിൽ റിയാക്ട് ചെയ്തായിരിക്കുമല്ലോ എന്തുണ്ടായിരിക്കുന്നത്? CH3OH ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? ഏത് റിയാക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് റിയാക്ഷൻ എടുത്താലും അങ്ങനെ ചിന്തിച്ചോളണം. എന്താണ് അതിലുള്ള 3 ഇക്വേഷനിൽ 2 പേര് എന്തായിരിക്കും റിയാക്റ്റൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, റിയാക്റ്റൻസ് ഉണ്ടായി വന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ CO2 ഇവിടെ H2O ഉണ്ട്, അവ തമ്മിൽ അതുണ്ടായി വന്നിരിക്കുന്ന റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ബാക്കി 2 റിയാക്ഷനും. അവ തമ്മിൽ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? CH3OH ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പൊ ഇത് ബാക്ക്വേർഡ് റിയാക്ഷനിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം എടുത്തിട്ട് നിരത്തി പിടിച്ച് എഴുതുക. 1 2 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. ഓക്കെ, 1 2 3 നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് അടിക്കണം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ റിവേഴ്സ് അടിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഫസ്റ്റ് ഇത് കണ്ടാലോ, സ്റ്റേറ്റ് ലോ, ഹെസ് ലോ, അതോ മറന്നു പോയേക്കരുത്. ഹെസ് ലോ എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ചെയ്തു വെച്ചോളാം. നമുക്ക് അതിന്റെ ആൻസേഴ്സിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. ദ റിക്കോർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. റിക്കോർഡ് ഇക്വേഷൻ എന്താണ് നമ്മളിപ്പോൾ നോക്കണ്ട. ഓക്കെ, റിക്കോർഡ് ഇക്വേഷൻ എന്താണെന്ന് നോക്കണ്ട. റിക്കോർഡ് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അതുകൊണ്ട് അതവിടെ വിടുക. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഓൺ റിവേഴ്സിംഗ് ഫസ്റ്റ് ഇക്വേഷൻ വി ഗെറ്റ് എന്ത് സംഭവിക്കും മക്കളെ? CO2 plus 2 H2O gives CH3OH. കേട്ടോ, അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഗീവ്സ് ഉണ്ട്, അത് വിട്ടുപോയതാണ്. CH3OH plus 3/2 O2 എന്ന് കിട്ടും ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ. കൂടാതെ നിങ്ങൾ നോക്കിക്കേടാ, ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തപ്പോഴാണ് നമ്മൾ CO2 plus 2 H2O gives CH3 plus 3/2 O2 എന്ന് കിട്ടിയത് ഫസ്റ്റ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ. കൂടാതെ -726 എന്നുള്ളത് എന്തായി മാറും? പോസിറ്റീവ് 726 കിലോജൂൾ പെർ മോൾ എന്നായി മാറും. സെറ്റ് അല്ലേ? ഓക്കെ, റിവേഴ്സ് അടിക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലായത്? ഇനി നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. CO2 plus 2 H2O. ഇവിടെ 2 H2O ഉണ്ട്. നമുക്ക് ഉണ്ടായി വന്നിരിക്കുന്ന H2Oയില് ഇവിടെ നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ ഇക്വേഷനില് H2 plus half O2 gives H2O എന്നുള്ളൂ. ഒരു H2O ഉള്ളൂ. എത്ര H2O വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 2 H2O വേണമെന്നാണ് ഇക്വേഷനിൽ തന്നിരിക്കുന്നത് അല്ലെ? അപ്പോ 2 ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് ഇക്വേഷനെ? തേർഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എങ്ങനെ വന്നു? 2 H2 plus half O2 into 2 എന്ന് പറയുമ്പോൾ 1 O2 അല്ലെ? ഹാഫ് into 2 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ O2 gives
2H2O എന്തായി മാറി 2 into minus 286. അത് -2 into 286 എന്ന് കൊടുത്താലും 2 into minus 286 എന്ന് കൊടുത്താലും സെയിം തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ മൈനസ് അവിടെ ഒന്ന് ചേഞ്ച് ആയേക്കുന്നത്. നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പൊ 2 into minus 286 അത് ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ CO2 അവിടെ ഒരെണ്ണമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ CO2 നമ്മൾ എന്ത് ചെയ്യണ്ട, അനക്കണ്ട. കാരണം C+O2 CO2 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സെക്കൻഡ് ഇക്വേഷൻ അനക്കണ്ട. ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെയും ഫോർത്ത് ഇക്വേഷനെയും ഫിഫ്ത്ത് ഇക്വേഷനെയും ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? നമ്മൾ എല്ലാവരെയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ C+, അതായത് ഈക്വൽ ടുവിൻ്റെ, അതായത് ആരോടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് പേരെ കിട്ടും. ഓക്കെ, അവരെയൊക്കെ എന്ത് ചെയ്യുക, വെട്ടി കളയുക. അങ്ങനെ വെട്ടി കളയുമ്പം അവസാനം നമുക്ക് കിട്ടുന്നത് C+2H2 plus half O2 gives CH3OH എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ റെക്കോർഡ് ഇക്വേഷൻ, നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. ഓക്കെ, കൂടാതെ എന്ത് ചെയ്യണം, ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസിലെ നമ്മൾ ചെയ്തു വന്ന ഈ വാല്യൂസിൽ ആ വാല്യൂസിനും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം -239 kJ/mol എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ആനിൽ ഉഷാറായിട്ട് ഇത് നേപിച്ചിക്കേ. ഓക്കെ, രോഹിത്തെ ചോദിച്ചു, എന്താണ് മോനെ ഡൗട്ട്? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അത് ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിടക്കുന്നതുകൊണ്ട് ചിലർക്ക് കിട്ടൂല. എഴുതി കാണിക്കാം. സാറേ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടേക്കോ, എനിക്ക് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് എഴുതണം. ഓക്കെ, CH3 ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു CH3OH plus 3/2 O2 gives CO2 plus 2H2O. ഓക്കെ, ഇതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. കൂടാതെ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് -726 kJ/mol എന്നുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അടുത്ത ഇക്വേഷൻ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അടുത്ത ഇക്വേഷൻ ആയിരുന്നു C+O2 gives CO2. ഇതിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ്? -393 kJ/mol തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. തേർഡ് ഇക്വേഷൻ നമുക്ക് തന്നിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ H2 plus half O2 gives H2O എന്നായിരുന്നു. ഇതിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് -286 kJ/mol എന്നായിരുന്നു. അതിന് നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇക്വേഷൻസിന് മൊത്തം എഴുതുക, 1 2 3 എന്ന് കൊടുത്ത് ഇടുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾക്കറിയാം ഇതായിരിക്കും മെയിൻ ഇതല്ലേ, കാരണം CO2H2O അത് ഫോം ചെയ്തു വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതിന് ഫോർവേഡ് റിയാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഇവ തമ്മിൽ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? CH3OH ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുവാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? CO2 plus 2H2O gives CH3OH plus 3/2 O2 എന്ന് വന്നു. ഓക്കെ, റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയിരുന്നു, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ അത് എന്തായി മാറും? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. 726 kJ/mol എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇവിടെ 2H2O ഉണ്ട്, ഇവിടെ എത്ര H2O ഉള്ളൂ? ഒരു H2O ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഇക്വേഷൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തേർഡ് ഇക്വേഷനെ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ വരും? 2H2 plus half O2 into 2 വരുമ്പോൾ എന്ത് വരും? 1 O2. സോ O2 gives 2H2O. ഓക്കെ, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എങ്ങനെ എഴുതണം? 2 into -286 അല്ലെ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നു 572 ആണ് കിട്ടുന്നതെന്നാണ്. 572 ഓക്കെ kJ/mol. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്പർ കൊടുക്കണം കേട്ടോ. ഇതിന് ഫോർത്ത് ഇക്വേഷൻ ആയിട്ട്, ഓക്കെ, ഇവനെ ഫോർത്ത് ഇക്വേഷൻ ആയിട്ടും ഇവനെ
ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് നമ്പറിങ് കൊടുത്തു. ഇനി സെക്കൻഡ് ഇക്വേഷനെയും ഫോർത്ത് ഇക്വേഷനെയും ഫിഫ്ത്ത് ഇക്വേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പ്ലസ് ഫോർത്ത് ഇക്വേഷൻ പ്ലസ് ഫിഫ്ത്ത് ഇക്വേഷൻ ആഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളവർ ഒരുമിച്ച് എഴുതണം. ആരൊക്കെ? C+O2 അല്ലെ, C+O2 പ്ലസ് ഓക്കെ, അടുത്തതില് CO2 പ്ലസ് 2H2O പ്ലസ് ഓക്കെ, ഇവിടെ 2H2 പ്ലസ് O2 ഗീവ്സ് ഓക്കെ, ഗീവ്സ് കൊടുക്കുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളവർ ഒരുമിച്ച് എഴുതുക. ആരൊക്കെയാണ്? CO2 പ്ലസ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ 2H2O ഉണ്ട് പ്ലസ് സോറി 2H2O ഇല്ലല്ലോ, ഇവിടെയാണ് CH3OH ആണ്, സോറി കേട്ടോ, CH3OH CH3OH പ്ലസ് 3/2 O2 പ്ലസ് ഇവിടെ എന്തുണ്ട്? 2H2O ഉണ്ട്, 2H2O. അപ്പുറം ഇപ്പുറം ഉള്ളവരെ ഒരുപോലെ ഉള്ളവരെ കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു CO2 ഉണ്ട്, ഇവിടെ ഒരു CO2 ഉണ്ട്, കട്ട് ചെയ്തു. ഇവിടെ 2H2O ഉണ്ട്, ഇവിടെ 2H2O ഉണ്ട്, കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 2 O2 ഉണ്ട്, ഇതൊരു O2 ആണ്, ഇതൊരു O2 ആണ്, അപ്പൊ 2 O2 ഉണ്ട് അല്ലെ. 3/2 O2 ഉണ്ട്. 2 O2 ഉം 3/2 O2 ഉം വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഹാഫ് O2 വരും, ഹാഫ് O2. 2 O2 നും 3/2 O2 നും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് O2 നെ കിട്ടും. അത് 2 O2 നിന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹാഫ് O2 കൊടുക്കാൻ. കാരണം എന്താണ്? ഹയർ നമ്പർ എവിടെയാണോ അവിടെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഹാഫ് O2 കൊടുത്തു. ഇവിടെ ഈ 3/2 O2 എന്ത് ചെയ്തു? വെട്ടിപ്പോയി. ബാക്കി ആരോ ഉള്ളതു? C പ്ലസ് അല്ലെ, പിന്നെ ഹാഫ് O2 ഉണ്ട് പ്ലസ് പിന്നെ ആരുണ്ട്? 2H2 ഉണ്ട്. ഓക്കെ, ഗീവ്സ് ഇവിടെ ആരുണ്ട്? CH3OH ഉണ്ട്. ഇതാണ് റെക്കോർഡ് ഇക്വേഷൻ. ക്ലിയർ ആണ്? ഉഷാറായിട്ട് കൈവശം എല്ലാവർക്കും സെറ്റ് ആണോ? ഓക്കെ, ഇനി കൂടാതെ എന്ത് ചെയ്യണം? ഈ വാല്യൂസും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഈ വാല്യൂസും ആഡ് ചെയ്യണം. ഈ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -293 അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞത്, ആ വാല്യൂയിലേക്ക് എത്തും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഉഷാറായിട്ട് കൈവശം. ഇതുപോലത്തെ ഈ സെയിം ഐഡിയ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ചെയ്യുക. ഒരാളുടെ ഡൗട്ട് വന്നിട്ടുണ്ട് സാറേ, രേവന്ത്. രോഹിത് ക്ലിയർ ആയോ? ഓക്കെ, രേവന്ത് എന്താണ് ഡൗട്ട്? എന്താണ്? ആ ചോദിച്ചോ. ഏതാണ്? ആ, ഇക്വേഷൻ ഇട്ട് ചെയ്തു തന്നോ? ആ, ഇക്വേഷൻ ഇട്ട് ചെയ്തു തന്നോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോടാ. ഓക്കെ, എനിക്ക് നീ പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും നമുക്ക് ലാസ്റ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ നിങ്ങൾ ചാറ്റിലേക്ക് ഇടുക കേട്ടോടാ. അതല്ല വലിയ ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ സാറിനോട് ഷാഡോ ടീച്ചർ വഴി സെൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റിലേക്ക് ഇടുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറേ ജസ്റ്റ് ഗ്യാലറി എടുത്തു. ലാസ്റ്റ് കുറച്ച് പോർഷൻസ് നിങ്ങൾ അതുപോലെ പഠിച്ചോളണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതായത് എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായാലും പഠിച്ചോളണം. ഡെഫിനിഷൻ പഠിക്കണം, എല്ലാ എക്സാമ്പിളും പഠിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പോലും വിടാതെ എല്ലാ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ടാണ്. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി നിൽക്കുന്നത്. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഇൻഡിപെൻഡന്റ് അല്ലെ, ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്നവരാണ് എന്ത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾസും പഠിച്ചോളണം. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ പഠിക്കണം, എക്സാമ്പിൾസ് എല്ലാം പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളതാണ് 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട് അല്ലെ, ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ്, വിത്ത് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഉള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിത്ത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ,
ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിത്ത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W എന്ന് പറഞ്ഞുള്ള ഇത് പഠിച്ചു വെച്ചോളണം. സെക്കൻഡ് ലോയും പഠിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹെസസ് ലോ ഓഫ് ഹീറ്റ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ലാറ്റിസ് എൻതാൽപ്പിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. ഹെസസ് ലോ ആണ് ചോദിക്കാറുള്ളത് കൂടുതൽ. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിടാതെ പഠിക്കണം എന്ന് പറയാൻ കാരണം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നത് തൊട്ട് താഴെ എന്ത് വരും? ഇപ്പൊ ഞാൻ കാണിച്ച പോലത്തെ ക്വസ്റ്റ്യൻ വരും, ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഗിബ്സ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എസ് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, നമുക്ക് ഞാൻ പഠിപ്പിച്ചതാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് അത് പഠിച്ചോളണം. നമുക്ക് എന്തായാലും സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നു നോക്കിയാൽ അതിന്റെ 2 എക്സാമ്പിൾ നമുക്കറിയാവുന്നതാണ്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അത് ടെമ്പറേച്ചറും പ്രഷറും അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. സ്പോണ്ടേനിയസ് പ്രോസസ് ചോദിക്കാറുള്ളതാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് PDF സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ അത് എന്തായാലും നോക്കി പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൽ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പഠിച്ചിട്ടുണ്ടാവണം. സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്ന് പഠിക്കണം. സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്? എക്സ്റ്റേണൽ എനർജിയുടെ, എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്, ഇപ്പൊ പറഞ്ഞ പോയിന്റ്സും ഗ്രൂപ്പിൽ ഇടാമോ? ഇട്ടുതരാം കേട്ടോ. ഓക്കെ, അതിൽ ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബവ് ദ reaction which above which the reaction becomes spontaneous. അതായത് MgO plus C plus Mg gives Mg plus CO. അതായത് Mg plus C gives Mg plus CO എന്നുള്ളത് സ്പോണ്ടേനിയസ് ആകുന്നു. ഓക്കെ, becomes spontaneous ആവുന്നത് എപ്പോഴാണ്? ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ആൻസർ. നമുക്ക് നോക്കാം. ഓക്കെ, a process that takes place without the help of any external agency ആണ് spontaneous process. ബിയുടെ ആൻസർ ഹിയർ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 490 kJ/mol. അതിന് നമ്മൾ ജൂളിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഡെൽറ്റ എസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ T = ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ഉണ്ട്. ഓക്കെ, T = ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് കണ്ടുപിടിക്കുക. അപ്പോൾ 490 × 10⁻³ ഡിവൈഡ് ബൈ 198 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എബൌട്ട് 2474.74 കെൽവിൻ ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ് ആണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ മുകളിലാണെങ്കിൽ അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞില്ല. ഹയർ ഓർഡറിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതിയിൽ വരുന്ന ആ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതായിരുന്നു ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? T = ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിന് മുകളിലാണെങ്കിൽ അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആണെന്നാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ചെയ്യുക. The equilibrium constant for a reaction is 5. What will be the value of delta G0? Okay, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അതായത് ഡെൽറ്റ G = -2.303 RT log K. കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണ്. ഇൻ ടൈംസ് ഓഫ് കോൺസെൻട്രേഷൻ Kc, ഇൻ ടൈംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് Kp എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് തന്നെയാണ്? K ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ G = -2.303 RT log K. അതിലേക്ക് ഇട്ടാൽ മതി. -3.303 ഇൻറ്റു ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.314 J/Kelvin/mol ഇൻറ്റു ടെമ്പറേച്ചർ 300 Kelvin തന്നിട്ടുണ്ട് 300 ഇൻറ്റു log 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4014.58 J/mol എന്ന് കിട്ടും. അത് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വരെ എഴുതിയാലും മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ പഠിക്കുക കേട്ടോ. ഓക്കെ,
Next, some properties of state functions. Q and W are not state functions, but Q plus W is a state function. Why? Q ഉം W അതായത് ഹീറ്റും വർക്കും സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, പാത്ത് ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ Q പ്ലസ് W എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാ മക്കളെ പറ, എന്തുകൊണ്ടാ? Q പ്ലസ് W എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ യു ആ അല്ലേ, ഡെൽറ്റ യു ആ. ഇതെന്താ ഡെൽറ്റ യു എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാ അല്ലേ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പാത്ത് ഫംഗ്ഷൻ ആണ്, ശരിയല്ലേ? അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. അതുകൊണ്ടാണ് അതെന്താ ഈ മാറാൻ കാരണം Q പ്ലസ് W ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയി മാറിയത്. ക്ലിയർ ആണോ? ഓക്കെ, Q ഉം W സെപ്പറേറ്റ് ആണെങ്കിൽ അത് പാത്ത് ഫംഗ്ഷനും, Q പ്ലസ് W എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആവാൻ കാരണം അതെന്താണ്? ഡെൽറ്റ യു ആയതുകൊണ്ടാണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ സെയിങ് ദ പ്രഷർ ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി? അത് ഇന്റൻസീവ് പ്രോപ്പർട്ടി, പ്രഷർ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാനുള്ളതിന്റെ കാരണം എന്താണ്? പ്രഷർ ഓഫ് എ സിസ്റ്റം ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ ഓഫ് ഓർ മാസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം, സോ ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. എന്താ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് എഴുതി വെച്ചാൽ മതി, അതിന്റെ ആൻസർ ആയി. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഇഫ് 100 kJ of energy is radiated out without doing any work? എന്താണ് ഡെൽറ്റ യു? അതായത് ഇന്റേണൽ എനർജിയുടെ ഡെൽറ്റ യു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 kJ ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് ഔട്ട് വിതൗട്ട് ഡൂയിങ് എനി വർക്ക് എന്നാ. എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു വർക്കും ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അത്? മൈനസ് റേഡിയേറ്റഡ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് വാല്യൂ വരേണ്ടത്, ശരിയല്ലേ? ഉള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവും, പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് അല്ല വരേണ്ടത്, ശരിയല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? കാരണം നമ്മൾ പഠിച്ചിട്ടില്ല മക്കളെ, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അതെന്താണ്? പോസിറ്റീവും, പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നെഗറ്റീവും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100 എന്തായി മാറി? നെഗറ്റീവായി മാറി. വിത്തൗട്ട് എനി വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് എന്താണ്? 0 ആണ് അല്ലെ, 0 ആണ്. അപ്പം എങ്ങനെ വരും? -100, അതായത് ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W എന്നാണ് അല്ലെ. അപ്പൊ -100 പ്ലസ് 0 എന്നാ അല്ലെ. കാരണം Qന്റെ വാല്യൂ മൈനസും Wയുടെ വാല്യൂ 0 ആണ്. അപ്പൊ -100 പ്ലസ് 0 അതെന്ത് തന്നെയാ മക്കളെ? -100 കെൽവിൻ തന്നെയാണ്. അതാണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇത് എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു അലൈൻമെന്റിൽ വന്നൊരു വ്യത്യാസം കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് Q പ്ലസ് W എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? -100 പ്ലസ് 0 അതെന്ത് തന്നെയാണ്? -100 കെൽവിനാ. മനസ്സിലായോ? -100 ആണ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈ വീശ. സെറ്റ് ആണോ? ഓക്കെ, അതായത് മൈനസ് വരാൻ കാരണം എന്താണ്? ഹീറ്റ് പുറത്തേക്ക് കളഞ്ഞു, റേഡിയേറ്റഡ് ഔട്ട് എന്നാ, സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത് 100. ഓക്കെ, അതാണ് എന്താണ് തീം വെച്ച് കോൺസെപ്ഷ്യൽ ടൈം വെച്ച് പഠിക്കണം എന്ന് പറയാൻ കാരണം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞത് ടഫാണോ? സിലബസിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയവർക്ക് മാത്രമാണ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, the spontaneity of a process is expressed in terms of change in Gibbs energy. What is mean by change in Gibbs energy of a system? എന്താണ്? നമുക്കറിയാം ഗിബ്സ് എനർജി ചേഞ്ച് കൊടുത്താൽ മതി, G2 - G1 കൊടുത്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് എൻതാൽപ്പി എൻട്രോപ്പി ഓഫ് സിസ്റ്റം എന്തായിരിക്കും? G = H - Ts or delta G = delta H - T delta S. ഓക്കെ, അതുപോലെ തന്നെ how is it is useful in predicting the feasibility of a process? For a spontaneous process delta G should be negative. delta G നെഗറ്റീവ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വേറെ നമ്മൾ പറഞ്ഞുതരാം. ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്ന് പറയുന്നു. സാധാരണ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്താവണം? പോസിറ്റീവ് ആവണം. പോസിറ്റീവ് ആവുകയും ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവുകയും ചെയ്യുമ്പോഴാണ് എന്ത്? ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്നിട്ടും ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായി? അത് സ്പോണ്ടേനിയസ് ആയി. ഓക്കെ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്
എങ്കിൽ പിന്നെ നമ്മൾ ഡെൽറ്റ എസിന്റെ വാല്യൂ നോക്കി നടക്കേണ്ട കാര്യമില്ല. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണോ അത് സ്പോണ്ടേനിയസ് പ്രോസസ്. കാരണം ഡെൽറ്റ ജിയുടെ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മൾ സ്പോണ്ടേനിയസ് ആണോ സ്പോണ്ടേനിയസ് അല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. മനസ്സിലായല്ലോ? അത് അങ്ങനെ തന്നെ ജസ്റ്റിഫൈ ചെയ്ത് വെച്ചോളണം. ഓക്കെ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണോ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്ത തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ എനർജി ചേഞ്ചസ് ഓഫ് മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ്. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ലി ഇൻസുലേറ്റഡ് വെസൽ. ടു വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ഡസ് ഇറ്റ് ബിലോങ്? ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും? ഏത് സിസ്റ്റം ആയിരിക്കും? അതായത് ഒരു ക്ലോസ്ലി ഇൻസുലേറ്റഡ് വെസൽ ആണ്. ടു വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക്സ് ഡസ് ഇറ്റ് ബിലോങ് എന്നാണ്. ഇൻസുലേറ്റഡ്, ക്ലോസ്ലി ഇൻസുലേറ്റഡ് വെസലിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അഡയബാറ്റിക് പ്രോസസ് ആയിരിക്കും സംഭവിക്കുക. എന്തായിരിക്കും? അഡയബാറ്റിക് സിസ്റ്റം എന്നായിരിക്കും വിളിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു, പഠിച്ചു വെച്ചോളണം. അടുത്തത് 3 mol ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 1.5 atm ആൻഡ് 250 C expands isothermally in a reversible manner to twice its original volume against a external pressure of 1 atm. Calculate the work done എന്നാണ്. ഓക്കെ, വർക്ക് എക്സ്പാൻഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട്, എത്രയാണ്? എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയെന്ന്? 3 എന്ന് തന്നിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസിന്റെ നമുക്ക് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് എന്താണ്? ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്താണ്? അതിന്റെ വോളിയം ട്വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? അതിന്റെ എക്സ്റ്റേണൽ പ്രഷർ 1 atm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1.5ഉം 1 atm നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ, കൂടാതെ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ആണ്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്ന് അറിയോ? എന്റെ വാല്യൂ 3 ആണ്, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. V1 ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു, കാരണം നമുക്ക് വോളിയം അറിയില്ല. V1 എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, വോളിയം എത്ര തന്നിട്ടില്ല. അതിനുശേഷം അത് രണ്ട് മടങ്ങായിട്ട് കൂടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? V2 എന്തായിട്ട് എടുത്തു? 2x ആയിട്ട് എടുത്തു. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 25നെ നമ്മൾ എന്താക്കി മാറ്റണം? കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 298 കെൽവിൻ ആക്കി മാറ്റി. ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു -2.303 nRT log V2 by V1 എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ -2.303 ഇൻറ്റു നമ്പർ ഓഫ് മോൾ 3 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചറിന്റെ വാല്യൂ 298 ഇൻറ്റു ലോഗ് 2x ഡിവൈഡഡ് ബൈ എക്സ്. കാരണം V2 2x ആണ്, V1 x ആണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -5152.38 എന്നുള്ള ആൻസറിലേക്ക് എത്തും കേട്ടോ. ഈ ലോഗ് 2x ഡിവൈഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും കേട്ടോ. മനസ്സിലായോ? ലോഗ് 2x ഡിവൈഡ് ബൈ എക്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴേ ഒരു വാല്യൂല് കിട്ടും കേട്ടോ. അത് ഓർത്ത് പേടിക്കേണ്ടത്. എന്താണ്? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഷറയുടെ വിഷയം. ഇതൊക്കെ ഹൈ ഓർഡറിൽ ചോദിക്കുന്ന ന്യൂമറിക്കൽസ് ആണ്. അപ്പം എന്ത് ചെയ്യുക? ന്യൂമറിക്കൽസ് അധികം ചെയ്യുക. കൂടാതെ നമ്മൾ തെർമോഡൈനാമിക്സിലെ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. അതും എന്ത് ചെയ്യുക? കൂടെ പഠിക്കുക. അപ്പോൾ ഇതിന്റെ PDF നമ്മുടെ ക്ലാസ്സിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് എത്തും. അതല്ലെങ്കിൽ ഇത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അത് എടുത്ത് വെച്ച് നിങ്ങളെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു മടിയും കൂടണ്ട, ഷാഡോ ടീച്ചർ മെസ്സേജ് അയക്കുക. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ. ഇപ്പോൾ ന്യൂമറിക്കൽസ് ഏകദേശം നമ്മളവിടെ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിവിഷനും അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ എടുത്തതും കൂടി കൂട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം തെർമോഡൈനാമിക്സ് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അടുത്തത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പറയുമ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് തീർക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 gram atom of element contains 6.02 into 10⁻23 atoms ആണ് നമുക്കറിയാം അല്ലെ. Find the number of oxygen atoms in 4 gram of O2. Okay, which is heavier, 1 oxygen atom or 10 hydrogen atoms ആണോ എന്നാണ് ആൻസർ. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 ന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? മോളിക്കുലർ മാസ് അല്ലെ.
ഗീവൺ മാസ് 4 gram ആണ്, ഡിവൈഡഡ് ബൈ 32. ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 ആണ്. 16 into 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കളെ? 32 കിട്ടി. അതുകൊണ്ടാണ് 4/32 ചെയ്ത് കഴിയുമ്പോൾ 0.125 മോൾ എന്ന് കിട്ടി. ഓക്കെ, ഇനി 1 mol O2 contains 2 into 6.02 × 10⁻23 ആറ്റംസ്. എങ്ങനെ വന്നേ? ഓക്സിജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഓക്സിജൻ കൂടി എപ്പോഴാണ്, അതുകൊണ്ടാണ് 2 into 6.02 × 10⁻23 ആറ്റം വന്നത്. മനസ്സിലായോ? മോളിക്കുലർ ആയിരുന്നെങ്കിൽ അതെന്തായിരുന്നു? 1 into 6.02 × 10⁻23 ആയിരുന്നു. ആറ്റം വന്നപ്പോൾ ഒരു O2 എത്ര ഓക്സിജൻ ഉണ്ട് മക്കളെ? 2 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ടാണ് 2 into 6.02 × 10⁻23 വന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ 2 into 6.02 × 10⁻23 ആണെങ്കിൽ 0.125 മോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ 0.125 കൂടി അതിന്റെ കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇനി ഒരു എന്താ ചോദിച്ചിരിക്കുന്നത്? 1 ഓക്സിജൻ ആറ്റം ആണോ 10 ഹൈഡ്രജൻ ആറ്റം ആണോ ഹെവിയർ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 16. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസോ 1. 10 ഹൈഡ്രജൻ ആറ്റം എടുത്താലും 10 വരുള്ളൂ അല്ലെ. അതേസമയം ഒരു ഓക്സിജൻ ആറ്റം എടുത്താൽ തന്നെ എത്ര വരുന്നുണ്ട്? 16 U വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവിയർ ആയത് തന്നെയാണ് ഓക്സിജൻ ആറ്റം തന്നെയാണ്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച മാർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ചോദിക്കില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വല്ലപ്പോഴൊക്കെയാണ് ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, വിന്നേഴ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം +1 മൊത്തം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് കാണാതെ ക്വസ്റ്റ്യൻസ് പഠിക്കരുത്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുമോ? വരില്ല. ഓക്കെ, കോൺസെപ്റ്റിൽ ചെറിയ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram of MgO by burning Mg metal. അറ്റോമിക് മാസ് Mgയുടെ 24, ഓക്സിജൻ 16 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കാൽക്കുലേറ്റ് ദ മോൾസ് ഓഫ് ഓക്സിജൻ. മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓക്സിജന്റെ. എന്താണ്? 240 gram MgO കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പൊ മാസ് ഓഫ് MgO തന്നിട്ടുണ്ട് 240 gram. മോളാർ മാസ് ഓഫ് MgO കണ്ടുപിടിക്കാൻ എന്താണ്? 24 + 16 അല്ലെ. കാരണം അറ്റോമിക് മാസ് മഗ്നീഷ്യത്തിന് 24 ആണ്, ഓക്സിജന്റെ 16 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 gram per mol എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് MgO, മാസ് ഓഫ് MgO ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് MgO നമുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ട് 240 ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോൾ 6 മോൾ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ബേണിംഗ് ഓഫ് Mg മെറ്റൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 2Mg + O2 gives 2MgO ആയാലോ? ആ ഇക്വേഷൻ നമുക്കറിയാം. കാരണം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാ. അപ്പൊ Mg മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്താണ്? MgO ആയിരിക്കും. 2 മോൾ MgOക്ക് 1 മോൾ O2 വേണം അല്ലെ. അങ്ങനെയല്ലേ കാണിച്ചിരിക്കുന്നത്? 2 MgOക്ക് 1 മോൾ ഓക്സിജൻ വേണം അല്ലെ. അങ്ങനെയാണ് 6 മോൾ MgOക്ക് എത്ര വേണം? ½ × 6 3 മോൾ O2 വേണം. ഓക്കെ, ഇത്തിരി ഹൈ ഓർഡർ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ടിരിക്കുന്നതാണ്. എല്ലാ വർഷവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാറില്ല. കാരണം ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞുതരാം. ചോദിക്കുന്ന എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനും ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്താണെന്നും അത് കണ്ടുപിടിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും മൊളാലിറ്റി ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അറിയാലോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാനും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ഈ വർഷം മുതൽ എന്താണ് നിങ്ങൾക്ക് കെമിസ്ട്രിക്കാർക്കൊരു കെമിസ്ട്രിയോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താണെന്നറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ ചെറിയ ട്വിസ്റ്റൊക്കെ കാണിക്കാറുണ്ട്. ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ +2ന്റെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? അതുകൊണ്ടാണ് അത് ചെയ്ത് പഠിക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോവുക. ഓക്കെ, പേടിപ്പിക്കുന്നതല്ല, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. If the mass percentage various elements of compound is known, its empirical formula can be calculated. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ഇസ് മാസ് പെർസെൻറ്റേജ്? പഠിച്ചിട്ടുണ്ടല്ലോ മാസ് പെർസെൻറ്റേജ് എന്താണെന്ന്. ഇക്വേഷൻ നമുക്കറിയാം, മെറ്റീരിയൽ കിടപ്പുണ്ട്, പഠിക്കുക. ഇനിയാണ് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, മാസ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ മെറ്റീരിയൽ കിടപ്പുണ്ട്, അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ.
ഇല്ലേ? നമ്മൾ ആദ്യം വിശാലമായ ഒരു ടേബിൾ വരയ്ക്കാം. ആ ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, 1 മാർക്ക് കിട്ടും. ആ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ 3 മാർക്കാണ് മാക്സിമം ചോദിച്ചാൽ കിട്ടാറുള്ളൂ. അതുകൊണ്ട് അതിൽ 1 മാർക്ക് നിങ്ങൾക്ക് ടേബിളിനായിരിക്കും. ഓക്കെ, എലമെന്റ് കാർബൺ, ഹൈഡ്രജൻ, Cl എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട കേസ് ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ചാണ് പറയുക. എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം കാർബൺ എലമെന്റ് തന്നെ എഴുതണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ആദ്യം ഹൈഡ്രജന്റെ കാര്യം പറഞ്ഞാലും ക്ലോറിന്റെ കാര്യം പറഞ്ഞാലും ആദ്യം നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, കാർബണിന്റെ കാര്യം എഴുതണം, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ക്ലോറിൻ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഓക്സിജന്റെ സ്ഥാനമായിരിക്കും വരിക. ഓക്സിജൻ അല്ലെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വരിക. ഓക്കെ, പെർസെൻറ്റേജ് എടുത്ത് എഴുതി, അറ്റോമിക് മാസ് എടുത്ത് എഴുതി, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് ചെയ്യുക. സിമ്പിൾ റേഷ്യോ എങ്ങനെയാ, ഈ കിട്ടിയാലെ ഏറ്റവും ചെറിയ ആൾ ആരാണോ അവനെ വെച്ച് എന്ത് ചെയ്യുക, വീണ്ടും ഇവമാരെന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടി, അതിന് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിൽ? ഡൗട്ട് ഉണ്ട് ചോദിച്ചോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സി ഒരെണ്ണേ ഉള്ളൂ അല്ലെ, അതുകൊണ്ട് സി, എച്ച് രണ്ടുപേരുണ്ട്, അപ്പൊ CH2, Cl അവിടെ ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ CH2Cl എന്ന് കിട്ടി. അതാണ് എംപിരിക്കൽ ഫോർമുല, ആണല്ലോ എംപിരിക്കൽ ഫോർമുല. നമുക്ക് നോക്കാം. എംപിരിക്കൽ ഫോർമുല CH2Cl എന്ന് കിട്ടി. എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം എന്തുകൊണ്ടാ, മോളിക്കുലാർ മാസ് അല്ലെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, മോളിക്കുലാർ ഫോർമുല N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് അല്ലെ. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ്. അതിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എംപിരിക്കൽ ഫോർമുല മാസ് മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ, എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കേണ്ടതാ. ഇവിടെ 1 കാർബൺ ഉള്ളൂ, അതുകൊണ്ട് 1 × 12. ഓക്കെ, 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഇൻറ്റു അറ്റോമിക് മാസ് 1 ചെയ്യുമ്പോൾ 2 തന്നെ കിട്ടും, അതുകൊണ്ട് 2 കൊടുത്തതാണ്. Cl അവിടെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് 35.5, അതാ Clന്റെ അറ്റോമിക് മാസാ. മനസ്സിലായല്ലോ, Clന്റെ അറ്റോമിക് മാസ്. അപ്പം കാർബണിന്റെ അറ്റോമിക് മാസ് ആണ് 12, ഹൈഡ്രജന്റെ 2 × 1, അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ, അതുകൊണ്ട് 2 × 1 2 തന്നെ, പ്ലസ് 35.5 വരാൻ കാരണം അവിടെ ഒരു Cl ഉള്ളൂ, അതുകൊണ്ട് അതിന്റെ അറ്റോമിക് മാസ് 35.5 = 49.5. അപ്പൊ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. മോളാർ മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 98.96 എന്ന് തന്നിട്ടുണ്ട്. N = മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 98.96 ഡിവൈഡഡ് ബൈ 49.5 = 2 എന്ന് കിട്ടി. Nന്റെ വാല്യൂ കിട്ടി. മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. അപ്പോൾ CH2Cl × 2 ചെയ്തപ്പോൾ C2H4Cl2. ക്ലിയർ ആണെങ്കിൽ ഷറായിട്ട് കൈവശം. മനസ്സിലായോ? ഓക്കെ, ഇനി വേപ്പർ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വേപ്പർ ഡെൻസിറ്റി ഡബിൾ എടുത്താൽ മതി. മനസ്സിലായോ? വേപ്പർ ഡെൻസിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് 94 തന്നിരിക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ, മോളിക്കുലാർ മാസ് = വേപ്പർ ഡെൻസിറ്റി × 2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് കിട്ടി. ഓക്കെ, അപ്പൊ മോളാർ മാസ് ഒന്നിന് കേട്ടോ. ഓക്കെ, അപ്പൊ മോളാർ മാസ് അപ്പൊ അങ്ങനെ കിട്ടും. പിന്നെ ഡയറക്റ്റ് ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? അതിന്റെ കൂടെ തന്നെ പറഞ്ഞു തന്നതാണ്, ചെയ്ത് പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. The laws of chemical combination are the basis of the atomic theory. Name the law of chemical combination illustrated by the pair of compounds CO and CO2. ഏതായിരിക്കും മക്കളെ? CO ഉണ്ടാവും, CO2 ഉണ്ടാവും. ഏതായിരിക്കും? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലേ? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സ്റ്റേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതെങ്കിലും എക്സാമ്പിൾ വെച്ച് calculate the molarity of the solution containing 8 gram of NaOH in 500 ml of water. Calculate the molarity കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ഇക്വേഷൻ അറിയാലോ അല്ലെ. ഇപ്പൊ നമുക്ക് ആൻസറിലേക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് ഫസ്റ്റ്. രണ്ടാമത്തത് എന്താണ്, ഇക്വേഷൻ നമ്മൾ റിയാക്ഷൻ വെച്ച് കൊടുക്കുക, ലോ ഓഫ് എന്താണ് കൺസർവേഷൻ ഓഫ് മാസ്, അതിന്റെ എക്സാമ്പിളും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആകുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ml. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് 8 gram തന്നിട്ടുണ്ടായിരുന്നു, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 40. NaOHന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. NaOHന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ Na അറ്റോമിക് മാസ് എത്രയാ, 23 ആണ്. ഓക്സിജൻ 16 ആണ്, ഹൈഡ്രജൻ 1 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും, ഇൻറ്റു 500 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു ചെയ്യുമ്പോൾ 0.54 മോളാർ എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, മൊളാരിറ്റി കാൽക്കുലേറ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നാണക്കേടാട്ടോ. ഓക്കെ, ചെയ്ത് വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ്
ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കോമ്പൗണ്ട്സ് നെയിമില് വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതെന്താണ്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പഠിച്ചുകൊള്ളണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും വിടാതെ പഠിച്ചുകൊള്ളണം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജന്റ്? ഞാൻ പറഞ്ഞ ലിമിറ്റിംഗ് റിയേജന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. 28 gram of nitrogen is mixed with the 12 gram of hydrogen to form ammonia. As per the reaction, N2 plus 3H2 gives 2NH3, which is the limiting reactant in this reaction. Limiting reagent കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ചോദിക്കും. ഓക്കെ, നോക്കിക്കേടാ. 28 gram of nitrogen is mixed with 12 gram of hydrogen എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യണം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നും പറയണ്ടല്ലോ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അറിയാം, അതുപോലെ തന്നെ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, സിയുടെ ആൻസർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക. N2ന്റെ നമ്പർ ഓഫ് മോൾ, N2ന്റെ നമുക്ക് തന്നിട്ടുണ്ട് 28 gram of N2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് അല്ലെ. N2ന്റെ മോളിക്കുലാർ മാസ് എത്രയാ? 28 അല്ലെ, കാരണം നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. N2 എന്ന് പറയുന്നത് 14 × 2 ആണ്. സോ എന്താണ്? 28 ആണ്. സോ 28 ഡിവൈഡ് ബൈ 28 ചെയ്യുമ്പോൾ 1 മോൾ എന്ന് കിട്ടി. H2ന്റെ ഗിവൺ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 12 gram ആണ്. ഗിവൺ ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ് മക്കളെ? 2 ആണ്. H2 2 × 1 2 ആണ്. ചെയ്യുമ്പോൾ 6 മോൾ എന്ന് കിട്ടി. അപ്പോൾ ഇതില് നമ്പർ ഓഫ് മോൾ കുറഞ്ഞ ആരാണോ അവരായിരിക്കും ലിമിറ്റിംഗ് റിയാക്റ്റന്റ് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷന് പങ്കെടുത്തിരിക്കുന്നത്. ഇവിടെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആരാ? അപ്പോൾ N2 ആണ്. മനസ്സിലായല്ലോ? ചാടി കയറി എല്ലാ സ്ഥലത്തും H2 ആണ്, അതുകൊണ്ട് H2 എന്ന് എഴുതി വെച്ചേക്കരുത്. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എഴുതാൻ. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശം. സെറ്റാണോ? ഓക്കെ, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാത്തിൻ്റെയും ഓരോ മോഡൽ വെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ പ്രാന്ത് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഓരോ മോഡൽ വെച്ച് ഞാൻ തന്നിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ PDF ഞാൻ വീണ്ടും 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 എടുത്ത് പറയണം. എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ PDF ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറയും. ഓക്കെ, അത് ഏറ്റവും അർജന്റായിട്ട് ഇടാൻ പറയും. പിന്നെ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ, നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ PDF ഇടാൻ പറയും. ഇത് നിങ്ങൾ ഇന്ന് തന്നെ, ഇനി പറ്റില്ലായിരിക്കും അല്ലേ? ഓക്കെ, നാളെ രാവിലെ എണീറ്റ് തന്നെ എന്ത് ചെയ്തോളണം? ചെയ്ത് പഠിച്ചോളണം കേട്ടോ. പഠിക്കുന്ന ഈ 3 ചാപ്റ്ററിന്റെയും സകല ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ചെയ്ത് പഠിച്ചോളണം. സെറ്റാണോ? ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും എനിക്കും വേണ്ടിയും ഞാൻ എന്ത് ചെയ്യുകയാണ്? 9 മണിക്ക് ക്ലാസ് നിർത്തുവാണ്. 9:30 വരെയും എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു, എന്നാലും നിങ്ങൾക്കും എനിക്കും വേണ്ടി ഞാൻ നിർത്തണയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഷാഡോ ടീച്ചർ വഴി സെൻഡ് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, മാക്സിമം മാർക്ക് നമുക്ക് +1 സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. +2 ചെന്നിട്ട് കാര്യമില്ല, കാരണം +2 ഇമ്പ്രൂവ്മെന്റ് എക്സാമും +1 ഇമ്പ്രൂവ്മെന്റ് എക്സാം +2 കൂടിയാണ് നടക്കുക. അപ്പോൾ പെട്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി പഠിക്കുക. കൂടാതെ അതിന്റെ PDF ഇപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ ഒരു കാര്യമുണ്ട്, നാളെ നിങ്ങൾക്ക് AI ക്ലാസ് ഉണ്ടാകും, മറ്റന്നാളും ഉണ്ടാകും. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾക്ക് സഞ്ജയ് സാർ ആയിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്, മറ്റന്നാൾ ബൈജു സാർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ടേക്ക് കെയർ. ബൈ.